Good morning. Okay, good morning എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. എന്തായിരുന്നു എല്ലാവർക്കും ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്താ എല്ലാവരും? എന്താണ് ഇന്നലെ സെലിബ്രേറ്റ് ചെയ്തതിന്റെ ഓക്കെ, എല്ലാവരും നന്നായിട്ട് തന്നെ ആഘോഷിച്ചു അല്ലേ? എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ചാപ്റ്റർ നമ്പർ ഒന്ന് പറയോ? എന്താണ് ചാപ്റ്റർ നമ്പർ? കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം 34 ആണെന്ന് തോന്നുന്നു കേട്ടോ. 34. മാം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ 3 ആഴ്ചത്തോളം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അപ്പോ അത് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, റെക്കോർഡഡ് ക്ലാസ് കാണും കേട്ടോ. എക്സാം ഏത് മന്താണ് മാം വരുന്നത്? എന്താണ് എക്സാം ഏത് മന്താണ് മാം വരുന്നത്? എക്സാം മിക്കവാറും നമുക്കൊരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോ ഉണ്ടാവും കേട്ടോ. ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ എക്സാം വരും. കാരണം 3rd and 4th മൊഡ്യൂൾ ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്ന് വരുമ്പോ പിന്നെ നിങ്ങൾക്ക് അതിന്റെ മൊഡ്യൂൾ മോഡൽ എക്സാം വരും കേട്ടോ. ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും വരും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ നമ്മള് എക്സാം വരും കേട്ടോ. ഓക്കെ. പിന്നെ പുതിയ വർഷമായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ തീരുമാനങ്ങളൊക്കെ? എന്തൊക്കെയാണ് പുതിയ വർഷമായിട്ട്? പ്രത്യേകിച്ചൊന്നുമില്ലേ? ആർക്കും ഒന്നും പറയാനില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് 12 മണി വരെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കാം, 12 മണി വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. ആദ്യം ലീവാണ് കേട്ടോ. അതുകൊണ്ട് 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ ക്ലാസ് എടുക്കുന്നുണ്ടാവും. എല്ലാം പഴയ പോലെ തന്നെ. ഓക്കെ, ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. തുടങ്ങാനുള്ള നമുക്കിപ്പോ നമ്മുടെ പുതിയ വർഷത്തിലെ ഫസ്റ്റത്തെ ദിവസമാണ് അല്ലെ ഇന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. നല്ലൊരു വർഷമൊക്കെ ആവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ശരി, ഇന്ന് കുട്ടികൾ കുറവാണോ? 37 പേരുള്ളൂല്ലോ. ഇന്നലെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പോയിട്ട് ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, ശരി. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മള് പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഏതായിരുന്നു? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ. ചാപ്റ്റർ നമ്പർ ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ക്ലാസ്സിൽ കയറാത്തവര്, മിസ്സായവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മള് 4ാമത്തെ മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. അത് 4ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. നിങ്ങളുടെ 34 ആണ് കേട്ടോ കൊടുക്കുന്നത്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയത്. അപ്പൊ എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? മെഡിക്കൽ ഗ്യാസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. പിന്നെ എവിടെയൊക്കെയാണ് നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഹോസ്പിറ്റലിലെ ഏതെല്ലാം ഏരിയകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ദിവസം. ഏതൊക്കെ ഏരിയകളിലാണ് നമ്മൾ പ്രധാനമായിട്ടും മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്? എവിടെയൊക്കെയാണ്? പേഷ്യന്റിന്റെ റൂംസിൽ ഉപയോഗിക്കുന്നത് അല്ലെ? പേഷ്യന്റ് റൂംസിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എവിടെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അതെ, റിക്കവറി റൂംസിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇന്റർവെൻഷണൽ ഏരിയാസിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഒബ്സ്ട്രക്റ്റീവ് ആൻഡ് ഗൈനക്കോളജി വാർഡുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ICUവിൽ ഉപയോഗിക്കുന്നുണ്ട്. ജനറൽ വാർഡ്സിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ ഗ്യാസ് പ്രയോജനപ്പെടുത്തുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഹോസ്പിറ്റലിൽ എവിടെയൊക്കെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 സിസ്റ്റങ്ങൾ കൂടിച്ചേർന്നതാണ് അല്ലെ? ഒന്ന് വന്നിട്ട് വാക്വം സിസ്റ്റമാണ് അല്ലെ? വാക്വം സിസ്റ്റമും
അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ എന്താ പറഞ്ഞ വേസ്റ്റ് അനസ്തെറ്റിക്, ഗ്യാസ് മെഡിക്കൽ ഡിസ്പോസൽ അല്ലെ, അത് മെഡിക്കൽ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. അങ്ങനെ 2 സിസ്റ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പറയാറുള്ളത്. ഓക്കെ, ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ 2 സിസ്റ്റങ്ങളുണ്ട്, 2 പ്രധാന കമ്പോണൻസ് ഉണ്ട്. ഒന്ന് വാക്വം സിസ്റ്റം ആണ്, മറ്റൊന്ന് എന്താണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം ആണ്. അത് രണ്ടും എന്താണുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് കോമൺ ആയിട്ടുള്ള മെഡിക്കൽ ഗ്യാസസുകൾ ഏതൊക്കെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അധികം ക്വസ്റ്റ്യൻ വരും. കാര്യം ഏതൊക്കെ മെഡിക്കൽ ഗ്യാസുകളുണ്ട്, എന്തിനൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് 7 മെഡിക്കൽ ഗ്യാസുകളാണ്. അതിലൊരു 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഫസ്റ്റ് വൺ നമ്മൾ എന്തായിരുന്നു, മെഡിക്കൽ എയർ ആണ് പറഞ്ഞത് അല്ലെ, മെഡിക്കൽ എയർ ആണ് നമ്മൾ പറഞ്ഞത്. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പറഞ്ഞ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കാം കേട്ടോ. അത് കംപ്രസ്ഡ് എയർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സാധാരണ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാണ് ഉയർന്ന പ്രഷറിനകത്ത് നമ്മൾ എന്ത് ചെയ്യാന് കംപ്രസ് ചെയ്തിട്ടുള്ള വായു, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ മെഡിക്കൽ എയർ എന്ന് പറയുന്നത് കംപ്രസ്ഡ് എയർ ആണ്. ഇനി കംപ്രസ് ചെയ്ത എയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിനകത്ത് വേറെ മാലിന്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലെ, പ്രത്യേകിച്ച് ഓയിൽ കണ്ടൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഓർഡർ, പ്രത്യേകിച്ച് മണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ എന്തായാലും അത് വളരെ ഡ്രൈ ആയിരിക്കും അല്ലെ. ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ കടത്തിവിടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഡ്രൈ ആക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതിനകത്ത് വാട്ടർ വേപ്പർ ഉണ്ട്, അത് ചിലപ്പോൾ കണ്ടൻസ് ചെയ്തിട്ട് വെള്ളത്തുള്ളികളാവും, ചിലപ്പോൾ ഐസുകട്ടയൊക്കെ ഫോം ചെയ്താൽ പൈപ്പ് ലൈനിൽ ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ സാധാരണ എവിടെ ഉപയോഗിക്കുന്നത്, ഓപ്പറേറ്റിംഗ് റൂമുകളിൽ അല്ലെ, അതായത് ഓപ്പറേഷൻ തിയേറ്ററുകളിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. കാരണം രോഗിക്ക് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യുന്നതിനും രോഗിക്ക് നല്ല കംഫർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ സർജൻസ് എന്ത് ഉപയോഗിക്കാറുണ്ട്, ഈ പറയുന്ന കംപ്രസ്ഡ് മെഡിക്കൽ എയർ ഉപയോഗിക്കാറുണ്ട്. ഇത്രയാണ് പറഞ്ഞത്. ഓരോ മെഡിക്കൽ ഗ്യാസും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ഓക്സിജൻ ആണ് പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, നിങ്ങളിതൊക്കെ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഇത് റീകളക്ട് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. പറ്റുമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് പഠിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക. വേറൊരു അഡീഷണൽ ടൈം അതിന് വേണ്ടി നിങ്ങൾക്ക് കണ്ടെത്തുക. പറയുന്ന കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഓക്സിജൻ ആണ്. ഓക്സിജൻ നമുക്കറിയാം ശ്വസന വാതകമാണ് അല്ലെ. ഓക്സിജൻ എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, റീസസിറ്റേഷനും ഇൻഹേലേഷൻ തെറാപ്പിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിജൻ ഗ്യാസ് പ്രയോജനപ്പെടുത്തുന്നത് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഓക്സിജൻ തെറാപ്പി ആവശ്യമുള്ള ചില രോഗാവസ്ഥകൾ നമ്മൾ അതിൽ കണ്ടിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു, COPD ഉണ്ട്, സയനോസിസ് ഉണ്ട്, ഷോക്ക് ഉണ്ട്, സിവിയർ ഹെമറേജ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് പോയിസണിംഗ് ഉണ്ട്, ട്രോമ അവസ്ഥകള്, കാർഡിയോ വാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓക്സിജൻ തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഓക്സിജൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അതായിരുന്നു രണ്ടാമത് നമ്മൾ പറഞ്ഞ മെഡിക്കൽ ഗ്യാസ്. മൂന്നാമത് നമ്മൾ പറഞ്ഞ മെഡിക്കൽ ഗ്യാസ് ഏതായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപയോഗം എന്താണ്, വളരെ ലെസ് ഇൻവസീവ് സർജറിയിലൂടെ എന്താണ് നമ്മൾ ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അല്ലെ. ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇൻസുഫ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്ലേറ്റ് ചെയ്ത് കുതിവെറുപ്പിക്കുക. അപ്പൊ നമ്മൾ അങ്ങനത്തെ സർജറി ചെയ്ത സമയത്ത് ഉൾഭാഗം ആ ക്യാവിറ്റികളൊക്കെ നമുക്കൊന്ന് എന്താ കുറച്ച് വലുപ്പത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ട് സർജൻസിന് ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതിന്റെ ഉൾഭാഗം ഒന്ന് ഇൻഫ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, അത് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ യൂസേജ് എന്താണ്, ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കും. ഇവിടെ ലെസ് ഇൻവസീവ് ആയിട്ടുള്ള സർജറികൾ, അതായത് എൻഡോസ്കോപ്പി, അതുപോലെ ലാപ്രോസ്കോപ്പി, പിന്നെ ക്രയോജനിക് സർജറികളിലൊക്കെ എന്താണ് ഒരു ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കും. പിന്നെ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു പോയിന്റ് കൂടെ നമ്മൾ അവിടെ പറഞ്ഞല്ലോ, അതായത് അനസ്തേഷ്യ സമയത്തും അതിനുശേഷവും എന്താണ് ഒരു റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കും. മനസ്സിലായോ പറഞ്ഞത്? അത്രയും കാര്യങ്ങൾക്കാണ് അതന്നെ റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ആയിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ 2 ഉപയോഗങ്ങളാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് പഠിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, നൈട്രജൻ ഗ്യാസിനെ പറ്റി. ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നൈട്രജൻ ഗ്യാസിനെ പറ്റിയാണ് അല്ലെ. നൈട്രജൻ ഗ്യാസ് ഫോമിലല്ല നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്, ലിക്വിഡ് ഫോമിലാണ് കേട്ടോ.
ലിക്വിഡ് ഫോമിലാണ് നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നത്. അപ്പോ നൈട്രജന്റെ യൂസസുകൾ എന്തൊക്കെയാണ് നൈട്രജന്റെ ഉപയോഗം? നമ്മൾ എടുക്കുന്നത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ, 34ാമത്തെ ചാപ്റ്റർ. ഓക്കെ, നൈട്രജൻ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മളൊരു 4 പോയിന്റുകൾ അതിനകത്ത് കാണും. ഒന്ന്, നമ്മുടെ ക്രയോ സർജറി ഉപയോഗിച്ചിട്ട് ചില അബ്നോർമൽ ടിഷ്യൂസ്, ക്യാൻസർ സെല്ലുകള്, പിന്നെ എന്താണ്, സ്കിന്നിൽ വരുന്ന ചില പാടുകൾ, അല്ലെ, ക്ഷതങ്ങളൊക്കെ, അതന്നെ സ്കിൻ ലെഷൻസ്, സ്കിന്നിൽ വരുന്ന ചില പാടുകള്, ചില ക്ഷതങ്ങള്, അല്ലെ, അരിമ്പാറ പോലുള്ള അങ്ങനെയുള്ളതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ക്രയോജനിക് ഏജന്റ് ആയിട്ട് നമ്മൾ എന്ത് ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായില്ല? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞു പോയിട്ട് നൈട്രജന്റെ ഉപയോഗമാണ് പറഞ്ഞത്. ക്രയോ സർജറി എന്താണ് ഓർമ്മയില്ലല്ലോ? ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അബ്നോർമൽ ടിഷ്യൂസും ക്യാൻസർ സെല്ലുകളും അതുപോലെ സ്കിൻ ലെഷൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രയോ സർജറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്രയോ സർജറി ഉപയോഗിച്ചിട്ട് അബ്നോർമൽ ടിഷ്യൂസ് മാറ്റാനും ക്യാൻസർ സെല്ലുകൾ റിമൂവ് ചെയ്യാനും അതുപോലെ സ്കിൻ ലെഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഏത് ഗ്യാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നൈട്രജൻ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കാട്ടെ, ഞാൻ ചോദ്യം ചോദിക്കും, ഇപ്പൊ തന്നെ ഞാൻ ചോദ്യം ചോദിക്കും, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. നൈട്രജൻ. പിന്നെ രണ്ടാമത്തത് എന്തിനാണ് നമ്മൾ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നത്? ബ്ലഡ്, അതുപോലെ തന്നെ സെല്ലുകള്, പിന്നെ എന്താണ്, ടിഷ്യൂസ്, അങ്ങനെയുള്ള ബയോളജിക്കൽ സ്പെസിമെൻസ് സ്റ്റോർ ചെയ്യുമ്പോൾ, അവയുടെ ഓക്സിഡേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രയോജനിക് താപനിലയിൽ എന്താണ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ഉപയോഗം. അതാണ് നമ്മൾ പറഞ്ഞത്. ബ്ലഡ്, അതുപോലെ തന്നെ ടിഷ്യൂ, മറ്റ് സെല്ലുകൾ, അങ്ങനെയുള്ള ബയോളജിക്കൽ സ്പെസിമെൻസുകൾ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത്, സ്റ്റോർ ചെയ്യുമ്പോൾ അവയുടെ ഓക്സിഡേഷൻ ഒഴിവാക്കാനായിട്ട്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വായുവായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ വായുവിൽ ഓക്സിജൻ ഉണ്ട്, അല്ലെ? അപ്പൊ ഓക്സിജനുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ നടക്കും. അപ്പൊ പല കെമിക്കൽ ചേഞ്ചസുകൾ അവിടെ വരും. അപ്പൊ ആ ഒരു ഓക്സിഡേഷൻ ഒഴിവാക്കുന്നതിനായിട്ട് ആ ഒരു ക്രയോജനിക് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാനായിട്ട്, ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത്രയും താഴ്ന്ന ടെമ്പറേച്ചർ ആണ്, അല്ലെ? അതിൽ സൂക്ഷിക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഉപയോഗം. മൂന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ ശ്വാസകോശം, ലെൻസിന്റെ ഫങ്ഷണൽ ടെസ്റ്റുകൾ, അതന്നെ ലെൻസ് ഫങ്ഷണൽ ടെസ്റ്റുകൾ, ശ്വാസകോശ പരിശോധനയില് വാതക മിശ്രിതങ്ങളോടൊപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അത് മൂന്നാമത്തെ ഉപയോഗം. ഓക്കെ, നാലാമത്തെ ഒരു പോയിന്റ് കൂടെ നമ്മൾ പറഞ്ഞല്ലോ. എന്തായിരുന്നത്? ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത സ്ഥലങ്ങൾ, അതായത് വായു ഇല്ലാത്ത സ്ഥലത്തില് പവർ ടൂൾസുകൾ പ്രവർത്തിപ്പിക്കാനാണെങ്കിലും നമ്മൾ ഏത് ഗ്യാസ് ഉപയോഗിക്കുന്നത്? നൈട്രജൻ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? 4 പോയിന്റുകളെ നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നൈട്രജൻ ഇങ്ങനെ ഒരു വീണ്ടും റിപ്പീറ്റ് ചെയ്യണ വേറെ ഒന്നല്ല, നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതൊന്ന് റീകളക്ട് ചെയ്യാം കേട്ടോ. കാര്യം ഇതിനെ തുടർന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അത് കുറച്ചും കൂടി ഒന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, നൈട്രജൻ ഈസ് എ മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി ടു റിമൂവ് സം ക്യാൻസേഴ്സ് ആൻഡ് സ്കിൻ ലെഷൻസ്. അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ്. പറഞ്ഞല്ലോ, ക്രയോ സർജറിയിൽ അബ്നോർമൽ ടിഷ്യൂസ്, സെല്ലുകള്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ലെഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? ആൻഡ് ആൾസോ ഫോർ ദ സ്റ്റോറേജ് ഓഫ് ടിഷ്യൂസ്, cells and blood in cryogenic temperatures to avoid oxidation of the samples. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഈ പറയുന്ന ബ്ലഡ്, സെല്ലുകള്, ടിഷ്യൂസുകള് ഇവയെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ ഒഴിവാക്കുന്നതിനായിട്ട് ക്രയോജനിക് താപനിലയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. അടുത്തത് എന്താണ്? ഇറ്റ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദ മെഡിക്കൽ ഗ്യാസ് മിക്സ്ചർ ഫോർ ദ ലങ് ഫങ്ഷൻ ടെസ്റ്റ്. അതായത് നമ്മുടെ ശ്വാസകോശ പരിശോധന നടത്തില്ലേ, PFT ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യില്ലേ, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് വാതക മിശ്രിതങ്ങളോടൊപ്പം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നു. അത് മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ,
അടുത്തത് എന്താണ്? നൈട്രജൻ as a gas is used to power tools in places where they do not have instrument air. അല്ലെ, അതായത് ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത, വായു ഇല്ലാത്ത സ്ഥലങ്ങളിൽ പവർ ടൂൾസുകൾ പ്രവർത്തിപ്പിക്കാനായിട്ടും നമ്മൾ ഏത് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്? നൈട്രജൻ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് 4ാമത്തെ പോയിന്റ്. ഓക്കെ, 4 പോയിന്റുകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഇനി നോക്കിക്കേ, മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് കംസ് ഫ്രം എ മൾട്ടിപ്പിൾ ഓഫ് സിലിണ്ടേഴ്സ്. അപ്പൊ കൂടുതലും ഒന്നിൽ കൂടുതൽ എന്താ പറയാ, എന്താണ് ഓക്സിഡേഷൻ. മാർട്ടിൻ കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നില്ലേ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വായുവുമായിട്ട് സമ്പർക്കം പുലർത്തും. വായുവിൽ ഓക്സിജൻ ഇല്ലേ, അപ്പൊ ഓക്സിജനുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ ഓക്സിഡേഷൻ നടക്കും. ഓക്കെ, അതായത് ഓക്സിജനുമായിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വായുവിൽ തുറന്നു വെക്കുന്ന എന്ത് സാധനം എന്താണ്? വായുവായിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കും. ആ റിയാക്ഷൻ നടക്കുമ്പോൾ പല കെമിക്കൽ ചേഞ്ചസും അതിനകത്ത് വരും. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ബയോളജിക്കൽ സ്പെസിമെനിൽ പല ചേഞ്ചസ് വരും. അപ്പൊ ആ ചേഞ്ചസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഓക്സിഡേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴ്ന്ന താപനിലയിൽ സൂക്ഷിക്കുന്നത്. മനസ്സിലായോ? ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ വായുവായിട്ടുള്ള സമ്പർക്കമാണ് കേട്ടോ. വായുവിൽ ഓക്സിജൻ ഉണ്ട്, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മാർട്ടിന്? ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? ശരി, ഇനി നോക്കാം. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് കംസ് ഫ്രം എ മൾട്ടിപ്പിൾ ഓഫ് സിലിണ്ടേഴ്സ്. സാധാരണയായിട്ട് ഒന്നിലധികം സിലിണ്ടറുകളിലൂടെയാണ് നമ്മൾ നൈട്രജൻ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഒന്നിലധികം സിലിണ്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നൈട്രജൻ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത്. And is piped at pressure with an alarm system at the source and on the user side. അത് മാത്രമല്ല, നമ്മൾ എന്താണ്, ഒരു കൺസിസ്റ്റന്റ് പ്രഷർ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ നൈട്രജൻ ഗ്യാസിനെ പൈപ്പിലൂടെ നമ്മൾ കടത്തിവിടുന്നത്. കൺസിസ്റ്റന്റ് പ്രഷർ നിലനിർത്തിക്കൊണ്ടാണ്. അത് മാത്രമല്ല, അത് സോഴ്സിന്റെ സ്ഥലത്തും, അതായത് നമ്മൾ ആ സപ്ലൈ ചെയ്ത സിലിണ്ടറിലാണല്ലോ സപ്ലൈ ചെയ്യുന്നത്, ആ സോഴ്സിന്റെ ഭാഗത്തും യൂസ് ആയിട്ട് എവിടെയാണോ അത് യൂസ് ചെയ്യുന്നത്, ആ ഗ്യാസ് യൂസ് ചെയ്യുന്നത്, ആ 2 സ്ഥലത്തും നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യും? അലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. എന്തിനാണ് അലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഈ പറയുന്ന നൈട്രജൻ ഗ്യാസിന്റെ ഫ്ലോ അല്ലെ, നമ്മൾ പറഞ്ഞു അല്ലെ, കൺസിസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഗ്യാസിന് നമ്മൾ പൈപ്പ് ലൈനിലൂടെ കടത്തിവിടുന്നത്. അപ്പൊ ആ ഒരു പ്രഷറിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസിന്റെ ഫ്ലോയിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കേജ് അവിടെ സംഭവിക്കുന്നുണ്ടോ, മറ്റെന്തെങ്കിലും മാൽ ഫങ്ഷൻസ് ആ പൈപ്പ് ലൈനിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഴ്സിന്റെ ഭാഗത്തും യൂസ് ആയിട്ട് എവിടെയാണോ ആ ഗ്യാസ് യൂസ് ചെയ്യുന്നത്, ആ ടെർമിനൽ യൂണിറ്റ് ഉണ്ടല്ലോ, അവിടെയെല്ലാം നമ്മൾ ഇത് ഘടിപ്പിക്കുന്നതാണ് പറയുന്നത് അലാം സിസ്റ്റം നമ്മളുടെ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യത്തില്? മനസ്സിലായില്ലേ നൈട്രജൻ ഗ്യാസ് എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ളത്? ഓക്കെ, അടുത്തതാണ് നൈട്രസ് ഓക്സൈഡ് കേട്ടോ. 5ാമത്തെ മെഡിക്കൽ. ഉഷാറില്ലേ? ഇന്നലെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയതുകൊണ്ടാണോ നിനക്കൊരു മൂഡ് ഓഫ് പോലെ? ടീച്ചിങ് ഉണ്ടാവും. പുതിയൊരു ദിവസമായിട്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇരിക്കണം കേട്ടോ. ഒരു പുതിയ ദിവസം, ആദ്യത്തെ പുതിയ വർഷത്തിന് ഫസ്റ്റ് ഡേ ആണ്. ഇവിടെ തൊട്ട് നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ പുതിയ കുറെ തീരുമാനങ്ങളും പുതിയ കുറെ നല്ല നല്ല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ നോക്കാം കേട്ടോ. ഓക്കെ, ശരി. സാധന എങ്ങനെയുണ്ടായിരുന്നു? വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ നന്നായിരുന്നോ സാധനയുടെ? ഓക്കെ, നന്നായിട്ട് ആഘോഷിച്ചോ? സാധനയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, ഇല്ലേ പറഞ്ഞത്? നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തോ? ഓക്കെ ഓക്കെ, 6th അല്ലേ? ഓക്കെ, ജനുവരി 6ാം തീയതിയാണ്. ഓക്കെ, വരുന്നുള്ളൂ. ശരി, അപ്പൊ നമുക്ക് അടുത്ത നോക്കാം കേട്ടോ. അടുത്ത മെഡിക്കൽ ഗ്യാസ് നോക്കാം. നൈട്രസ് ഓക്സൈഡ് ആണ് കേട്ടോ. നൈട്രസ് ഓക്സൈഡ്. ഓക്കെ സാന്ദ്ര, നൈട്രസ് ഓക്സൈഡ്. അവിടെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. നൈട്രസ് ഓക്സൈഡ് ഇസ് എ മെഡിക്കൽ ഗ്യാസ് കോമൺലി നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, അതൊരു മുൻവർഷ ക്വസ്റ്റ്യൻ ആണ്. ലാഫിംഗ് ഗ്യാസ് അത് തന്നെ, ചിരിപ്പിക്കുന്ന വാതകം കേട്ടോ. അതെ, ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? ഏതാണ് മെഡിക്കൽ ഗ്യാസ്? നൈട്രസ് ഓക്സൈഡ് കേട്ടോ. N2O എന്നാണ് പറയാ കേട്ടോ. നൈട്രസ് ഓക്സൈഡ് ആണ് ചിരിപ്പിക്കുന്ന വാതകം. എന്തുകൊണ്ടാണ് ചിരിപ്പിക്കുന്ന വാതകമാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ ഗ്യാസ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെൻസ് ഓഫ് ഹാപ്പിനെസ് ആണ് ഉണ്ടാക്കുക. നമുക്കൊരു നമ്മുടെ മനസ്സിന് കുറച്ചൊരു പ്ലസന്റ് ഫീലിംഗ് ആണ് അത് ഉണ്ടാക്കുക. അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ആൻസൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യും.
ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു ഗ്യാസിന് ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ, ചിരിപ്പിക്കുന്ന വാതകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നോക്കാം. ദിസ് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂമറസ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആസ് ബോത്ത് ആൻ അനസ്തെറ്റിക് ആൻഡ് അനാൽജസിക്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ഈ ഗ്യാസിന്റെ ഉപയോഗം എന്താണ്? അനസ്തെറ്റിക് ആയിട്ടും അനാൽജസിക് ആയിട്ടും ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? അത് നൈട്രസ് ഓക്സൈഡ് ആണ്. അനസ്തെറ്റിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അത്തരം പ്രൊസീജിയറിൽ നമ്മൾ ഈ ഒരു ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അനൽജസ്റ്റിക്, അതന്നെ കറക്റ്റ് ആണ് കേട്ടോ, വേദന സംഹാരിയായിട്ടും. അനാൽജസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻ കില്ലർ ആണ് അല്ലെ. വേദന സംഹാരിയായിട്ടും നമ്മൾ അതന്നെ പെയിൻ റിലീഫ് ആയിട്ടും നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എവിടെയായിരിക്കും ഇത് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവുക ഗ്യാസ്? എവിടെയായിരിക്കും? അനസ്തെറ്റിക് ഏജന്റ് ആയിട്ടും അനാൽജസിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏത് ഏരിയയിലായിരിക്കും അത് ഉപയോഗിക്കുന്നുണ്ടാവുക? ആലോചിച്ച് നോക്കിയേ, ഏത് ഏരിയയിലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക നൈട്രസ് ഓക്സൈഡ്? എവിടെയായിരിക്കും? അനസ്തെറ്റിക്, സർജിക്കൽ. കറക്റ്റ് ആണ് അശ്വ, കറക്റ്റ് ആണ്. സർജിക്കൽ എവിടെയായിരിക്കും? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. അതന്നെ, സർജറി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററുകളിലായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഏത് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടാവുക? നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ടാവുക. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അത് തന്നെ, സർജിക്കൽ എന്ന് വെച്ചാൽ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും. കാരണം അനസ്തേഷ്യ കൊടുക്കുന്നതും മറ്റുള്ള എന്താ പറയാ അനാൽജസ്റ്റിക് അല്ലെ പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ എവിടെയാണ്? എവിടെയാണ്? ഓപ്പറേഷൻ തിയേറ്ററിലാണ് അല്ലെ. അപ്പൊ അതിനാണ് നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. ഇനി ആറാമത്തെ, അപ്പൊ 4 നമ്മൾ പഠിച്ചുട്ടാ. ഇതൊക്കെ മെഡിക്കൽ എയർ കഴിഞ്ഞു, ഓക്സിജൻ കഴിഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് കഴിഞ്ഞു, നൈട്രജൻ കഴിഞ്ഞു, നൈട്രസ് ഓക്സൈഡ് കഴിഞ്ഞു. 5 കഴിഞ്ഞു. ഇനി ആറാമത്തെ കേട്ടാ. ആറാമത്തെ എന്താണ്? വാക്വം. ആറാമത്തെ എന്താണ്? വാക്വം. എന്താണ് അതിനെ പറ്റി പറയുന്നത്? പൈപ്ഡ് മെഡിക്കൽ സർജിക്കൽ വാക്വം സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ പേഷ്യന്റ് ട്രെയിനിങ്, ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. എന്താണ് പറയുന്നത്? അതായത് വാക്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സാങ്കേതികമായിട്ട് വാക്വം എന്ന് പറയുന്നത് ഒരു വാതകമൊന്നുമല്ല. സാങ്കേതികമായിട്ട് വാക്വം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ വാതകങ്ങളൊന്നുമല്ല. എന്നാലും മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? വാക്വം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാക്വം യൂസ് ചെയ്യുന്നത്? എന്തിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന്, പേഷ്യന്റ് ട്രെയിനിങ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോസസ് ഓഫ് റിമൂവിങ് ദ ഫ്ലൂയിഡ്സ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് ഫ്രം ദ പേഷ്യന്റ് ബോഡി. അതായത് ഈ രോഗിയുടെ ശരീരത്തിൽ നിന്ന് ഫ്ലൂയിഡുകൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന ബ്ലഡ്, പിന്നെ മറ്റേതെങ്കിലും സബ്സ്റ്റൻസുകൾ ബോഡി ക്യാവിറ്റിയിലൊക്കെ ഇങ്ങനെ തടഞ്ഞിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഫ്ലൂയിഡ്സുകളൊക്കെ ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട്, റിമൂവ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വാക്വം യൂസ് ചെയ്യും. വാക്വം പമ്പുകൾ. പ്രത്യേകിച്ച് ഈ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സാർ, നമ്മളൊരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ടാണല്ലോ സർജറി ചെയ്യുന്നത്. അപ്പൊ ഈ സർജറി ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ ബ്ലഡും മറ്റു ഫ്ലൂയിഡ്സ് ഒക്കെ വന്നെന്നറിയും. അതപ്പം തന്നെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്ത് കളയണം. എന്നിട്ടല്ലേ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഒരു വാക്വം പമ്പും കൂടെ അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. അപ്പോ ഈ ഒരു അതിനെയാണ് നമ്മൾ ഡ്രെയിൻ ചെയ്യാന്ന് പറഞ്ഞത്. അതന്നെ സർജറി ടൈമിൽ യൂസ് ചെയ്യുക. കാര്യം നമ്മൾ സർജറി ചെയ്യുമ്പോൾ ജസ്റ്റ് മുറിക്കുമ്പോൾ തന്നെ ഒത്തിരി ബ്ലഡും കാര്യങ്ങളും വരില്ലേ. അപ്പൊ നമുക്ക് ഓപ്പറേഷൻ മറ്റ് ചെയ്യണമെങ്കിൽ ഈ വരുന്ന ബ്ലഡിന് നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ സർജിക്കൽ പ്രൊസീജിയർ ചെയ്യാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? വാക്വം പമ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ വാക്വം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആ ബ്ലഡിന് മറ്റ് ഫ്ലൂയിഡ്സുകളെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം നമ്മൾ ഈ വാക്വം അപ്ലൈ ചെയ്യുമ്പോൾ ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയും. ഓക്കെ, വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ കട്ടി കുറയും. ഓക്കെ, കട്ടി കുറയുക മാത്രമല്ല, നല്ല സ്റ്റിക്കി ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസോ മറ്റു ഫ്ലൂയിഡ്സുകൾ, മറ്റെന്ന് വെച്ചാൽ ബ്ലഡ് പോലുള്ള ഫ്ലൂയിഡ്സിന്റെ ഒക്കെ കട്ടി കുറയും. അപ്പൊ കട്ടി കുറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് അതിനെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അതെന്റെ ബാക്ക്വേർഡ് ഡെലിവറി. നെക്സ്റ്റ് പറഞ്ഞ ബാക്ക്വേർഡ് ഡെലിവറി സെറിയം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും പേഷ്യന്റ് ട്രെയിനിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ, ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് റിമൂവിംഗ് ദ ഫ്ലൂയിഡ്സ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് ഫ്രം ദ പേഷ്യന്റ്സ് ബോഡി കേട്ടോ. അതാണ് ട്രെയിനിങ്. പിന്നെ എന്താണ്? ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. ആസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, വിത്ത്ഡ്രോവൽ ഓഫ് ഫ്ലൂയിഡ്സ് ആണ് കേട്ടോ. ഇതേ സെയിം അർത്ഥം തന്നെയാണ്. അതുപോലെ സക്ഷൻ, സക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ എന്തെങ്കിലും നമ്മൾ ബോഡി ക്യാവിറ്റിയിലോ ബോൺസിൽ എന്തെങ്കിലും നമ്മൾ എന്താ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ സക്ക് ചെയ്ത് വലിക്കാൻ. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ
മറ്റേ വാക്വം ഡെലിവറി എന്നൊക്കെ പറഞ്ഞില്ലേ, സക്ക് ചെയ്തിട്ട് വലിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? വാക്വം ആണ് യൂസ് ചെയ്യുന്നത്. പല്ല് പറിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വാക്വം യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പേഷ്യന്റ് ഡ്രെയിനിങ്, ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. ഈ സക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും അവിടെ നെഗറ്റീവ് പ്രഷർ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും താഴ്ന്ന പ്രഷർ ആയിരിക്കും. പുറത്തൊരു 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടെങ്കിൽ ഇതിനകത്ത് 0.9 ആയിരിക്കും. എന്ന് വെച്ചാൽ അതിനേക്കാളും താഴ്ന്ന അറ്റ്മോസ്ഫിയറിക്, പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും താഴ്ന്ന പ്രഷറിൽ എന്താണ് ചെയ്യാം? 3 days മൂവിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേ വിജയുടെ ഒക്കെ സംഖ്യ അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിനകത്തുണ്ട് അല്ലെ? അതെ കറക്റ്റ് ആണ്. അപ്പം അതിനകത്ത് അല്ല അതിനകത്തുണ്ട്. അപ്പൊ എന്താണ്? നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്? ഈ ഫ്ലൂയിഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും മറ്റ് സബ്സ്റ്റൻസുകളൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാക്വമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 3 പോയിന്റ് ഓർക്കാം കേട്ടോ. ട്രെയിനിങ്, ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ ട്ടോ. ആസ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ തന്നെയാണ് ഐശ്വര്യ. അതായത് നമ്മൾ ഫ്ലൂയിഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട്, മനസ്സിലായോ? ഫ്ലൂയിഡ്സ് റിമൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റിക്ക് എന്തെങ്കിലും കുടുങ്ങിയിരിക്കണമെങ്കിൽ അതൊക്കെ സക്ക് ചെയ്ത് കളയാനായിട്ട്, മനസ്സിലായോ? ആസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഈ പ്രോസസ് ഓഫ് റിമൂവിങ് ദ ഫ്ലൂയിഡ്സ്. പ്രത്യേകിച്ച് നമ്മൾ സർജറി ഒക്കെ ചെയ്യില്ലേ? സർജറി ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ബ്ലഡ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലഡ് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആ ബ്ലഡിനെ അപ്പൊ തന്നെ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഒരു വാക്വം പമ്പ് കൂടെ അവിടെ വെക്കും. ഈ വാക്വം പമ്പിലൂടെ ഫ്ലൂയിഡ്സ് ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് പ്രൊസീജിയറും മറ്റുമൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് ആസ്പിരേഷൻ ട്ടോ. അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് വാക്വം എന്ന് പറയുന്നത്. ഇനി നോക്കാം. This means that medical vacuum in a hospital supports suction equipment. ഈ പറഞ്ഞത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വാക്വം കൂടുതൽ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? സക്ഷൻ എക്യുപ്മെന്റിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ സക്ഷൻ പമ്പിനെ പറ്റി മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ പഠിച്ചിട്ടുണ്ട്. സക്ഷൻ പമ്പ് പഠിച്ചില്ലേ നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ? അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? വാക്വം ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നോക്കാം. Vacuum will vary across the pipeline, but is commonly maintained around 75 kilopascal. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാര്യം നമ്മൾ ഈ വാക്വം എന്ന് പറയുന്നത് പൈപ്പ് ലൈനിലുടനീളം പ്രഷറിൽ വാരിയേഷൻ കാണിക്കും. അതായത് ഒരേ പ്രഷറിലാണ് പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പൈപ്പ് ലൈനിലുടനീളം എന്താണ്? ഈ വാക്വത്തിൽ പ്രഷറിൽ ചെറിയ വ്യതിയാനങ്ങൾ കാണിക്കും. എന്നിരുന്നാൽ കൂടിയും ഏകദേശം ഒരു 75 kilopascal പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും വാക്വം നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ബട്ട് ഈസ് കോമൺലി മെയിൻറ്റൈൻഡ് അറൌണ്ട് 75 kilopascal. അതായത് ഏകദേശം ഒരു 75 kilopascal പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വാക്വം ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പ്രഷറാണ്. ഞാൻ നേരത്തെ നെഗറ്റീവ് പ്രഷറിന്റെ കാര്യം പറഞ്ഞില്ലേ? സാധാരണ നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 76 ഒക്കെയാണ് വരുന്നത്. അപ്പൊ 75 kilopascal എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് താഴെ വരുന്നത്. ഇതൊരു ഐഡിയൽ പ്രഷറാണ് ശരിക്കും. നെഗറ്റീവ് പ്രഷർ ആണ്. അപ്പൊ ഐഡിയൽ പ്രഷർ ആണ് 75 kilopascal. ആ ഒരു പ്രഷർ ഏകദേശം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ വാക്വം പൈപ്പ് ലൈനിൽ കടത്തിവിടുന്നുണ്ടാവുക. ആ ഒരു പ്രഷറിലാവുമ്പോൾ നമുക്ക് ആ ഗ്യാസ് ഫ്ലോ നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യാനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആ ഒരു വാക്വത്തിന് ഫ്ലോ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ പ്രഷർ നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അത് പൊതുവെ നെഗറ്റീവ് പ്രഷർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈനിലുടനീളം പ്രഷറിൽ വാരിയേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഉയർന്നു പോകില്ല. അതിനേക്കാളും താഴ്ന്ന പ്രഷറിൽ മാത്രമായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ആ പ്രഷർ എന്ന് പറയുന്നത് 75 kilopascal ആണ് കേട്ടോ. പാസ്കലിലാണ് നമ്മൾ സാധാരണ എന്ത് പറയാം? പ്രഷർ പറയാം കേട്ടോ. അറ്റ്മോസ്ഫിയറിൽ പറയാം മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി എന്ന യൂണിറ്റിൽ പറയാം kilopascal. ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം വാക്വം കോമൺലി മെയിൻറ്റൈൻഡ് അറൌണ്ട് ഡാഷ് പ്രഷർ. ഏത് പ്രഷറിലായിരിക്കും? 75 kilopascal പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് വാക്വം ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തതാണ് 7ാമത്തെയാണ് കംപ്രസ്ഡ് എയർ. എന്താണ് കംപ്രസ്ഡ് എയർ? അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ മെഡിക്കൽ എയർ പഠിച്ചത്. ഇപ്പൊ മെഡിക്കൽ എയറിനകത്ത് കംപ്രസ്ഡ് എയർ തന്നെയാണല്ലോ പിന്നെ എന്താ ഇവിടെ പ്രത്യേകത എന്ന് തോന്നുന്നുണ്ടാവാം. പ്രത്യേകതയൊന്നുമില്ല, രണ്ടും സെയിം തന്നെയാണ്. അവിടെ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ എയർ എന്നാണ് പറഞ്ഞത്. മെഡിക്കൽ എയർ എന്നാണ് ആ പേര്. അതെന്ന് വെച്ചാൽ പ്യൂർലി യൂസ്ഡ് ഫോർ മെഡിക്കൽ പർപ്പസ് ഓൺലി. മെഡിക്കൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കംപ്രസ്ഡ് എയർ ആണ്. നമ്മൾ പറഞ്ഞു അവിടെ കംപ്രസ് ചെയ്യുന്നത് സാധാരണ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ ഉയർന്ന പ്രഷറിലാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്.
അങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് വേറെ മാലിന്യങ്ങളോ അല്ലെങ്കിൽ പാർട്ടിക്കിൾസോ മറ്റുള്ള ഓയിൽ കണ്ടൻസോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഏകദേശം നമ്മൾ പറഞ്ഞു 99.5% പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ആയിരിക്കും. ഓക്കെ, അത്രയും നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ആയിരിക്കും. എന്നാൽ മാത്രമേ നമുക്കത് മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇവിടെ പറയുന്ന കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. പിന്നെ എന്താ വ്യത്യാസം? ഇതെന്ന് പറഞ്ഞാല് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, നോൺ മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ജനറൽ കംപ്രസ്ഡ് എയർ ആണ് കേട്ടോ. അത് മെഡിക്കൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്, നോൺ മെഡിക്കൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെച്ചാൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കാം, കമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗിക്കാം, ഈവൻ നമ്മുടെ റെസിഡൻഷ്യൽ പർപ്പസിന് വരെ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഒരു വ്യത്യാസം. അതിന് ഈ ഒരു കംപ്രസ്ഡ് എയർ, ഇവിടെ പറയുന്ന ഈ കംപ്രസ്ഡ് എയർ മറ്റേ മെഡിക്കൽ എയർ പോലെ 99% എന്താവണമെന്നില്ല, പ്യൂരിഫൈഡ് ആണെന്ന് നിർബന്ധം കേട്ടോ. അത്രയും പ്യൂരിഫൈഡ് ആവണമെന്നില്ല. കാരണം ഇത് രണ്ടിനും ഉപയോഗിക്കാം, മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കാം, നോൺ മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കാം. അതാണ് അവ തമ്മിലുള്ള ചെറിയ വ്യത്യാസം കേട്ടോ. അപ്പൊ നമുക്കിത് വായിക്കാം. കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഫോർ, അണ്ടർലൈൻ ചെയ്യാം, ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസ് കേട്ടോ. ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസിന് അത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നോക്കൂ, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വേണം കേട്ടോ. ദ മെഡിക്കൽ യൂസ് ഇൻക്ലൂഡ്സ് ദ ലബോറട്ടറി വർക്ക്, ഇൻഹേലേഷൻ തെറാപ്പി ആൻഡ് പവറിംഗ് ഓഫ് സർജിക്കൽ ഗ്രൂപ്പ്. നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ പർപ്പസ് ആണ്. മെഡിക്കൽ പർപ്പസിൽ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ലബോറട്ടറി പ്രൊസീജിയേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇൻഹേലേഷൻ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, സർജിക്കൽ ഗ്രൂപ്പ്സിൽ പവർ ചെയ്യുന്നതിന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു നോൺ മെഡിക്കൽ കാര്യങ്ങൾ പറയാനായിട്ട് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, കമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, റെസിഡൻഷ്യൽ പർപ്പസിനൊക്കെ നമ്മൾ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്രയാണ് മെഡിക്കൽ ഗ്യാസസ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 7 നമ്മൾ പറഞ്ഞു കേട്ടോ. ഏതൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ എയർ, രണ്ടാമത്തത് ഓക്സിജൻ. ഓരോ ഗ്യാസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. മൂന്നാമത്തേത് കാർബൺ ഡയോക്സൈഡ് ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ടും പിന്നെ മറ്റേത് റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. നൈട്രജന്റെ ഉപയോഗം നമ്മൾ പറഞ്ഞു. നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്. അത് അനസ്തെറ്റിക് ഏജന്റ് ആയിട്ടും അനാൾജസിക് ആയിട്ടും ഉപയോഗിക്കുന്നു. കൂടുതൽ എവിടെയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവാം? ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവാം. പിന്നെ നമ്മൾ പഠിച്ചത് വാക്വം ആണ്. വാക്വം സാങ്കേതികമായിട്ട് എന്തല്ല ശരിക്കും മെഡിക്കൽ ഗ്യാസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ് വാക്വം എന്ന് പറയുന്നത്. വാക്വം പൊതുവെ ട്രെയിനിങ്ങിന്, ആസ്പിരേഷൻ ആൻഡ് സക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പൊതുവെ ഏകദേശം ഒരു 75 കിലോ പാസ്കൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഒരു വാക്വം നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ കംപ്രസ്ഡ് എയർ. കംപ്രസ്ഡ് എയർ എന്ന് പറയുമ്പോൾ മെഡിക്കൽ എയറുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇത് മെഡിക്കൽ എയർ ആണ്, മെഡിക്കൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുണ്ട്. കംപ്രസ്ഡ് എയർ എന്ന് പറയുമ്പോൾ ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പൊ ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ചോദിക്കാൻ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നല്ല ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണെന്ന് പറഞ്ഞേ. ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണെന്നത് പറഞ്ഞേ നോക്കട്ടെ. ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? ശരി, കറക്റ്റ് ആണ് കേട്ടോ. മെഡിസ്റ്റെല്ല, ദീപ, ഇത് മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. വേറെ ആർക്കും കിട്ടിയില്ലേ? ഓക്കെ, സിയ കറക്റ്റ് ആണ് കേട്ടോ. സുഷ, നീതു, ആദിത്യ, അക്ഷരൻ കറക്റ്റ് ആണ് കേട്ടോ. ആരെ? റെയിൻബോ കിങ്സ്. റെയിൻബോ കിങ്സ്. ഓക്കെ. അശ്വതി, അജീഷ്, ഐശ്വര്യ, ശ്രുതി, ഷംന, ദയാന കറക്റ്റ് ആണ് കേട്ടോ. കാർബൺ ഡയോക്സൈഡ്. ഓക്കെ. പിന്നെ ആരാണ്? ഫാത്തിമ. കാർബൺ ഡയോക്സൈഡ് കറക്റ്റ് ആണ്. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കും. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? ലാഫിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞേ. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണെന്ന് പറഞ്ഞേ. ലാഫിംഗ് ഗ്യാസ്, ചിരിപ്പിക്കുന്ന വാതകം. ഗ്യാസ് കറക്റ്റ് ആണ്. നൈട്രസ് ഓക്സൈഡ്. ഐശ്വര്യ, ആദിത്യ, ഋതിക, അശ്വ, അശ്വതി, സുഷ, മെഡിസ്റ്റെല്ല, ഗംഗ. ഓക്കെ, ഓക്സൈഡ് അല്ല കേട്ടോ. ഓക്കെ, ടൈപ്പിംഗ് എറർ ആയിരിക്കും. നൈട്രസ് ഓക്സൈഡ്. ഫാത്തിമ, ഷെറിൻ, മാർട്ടിൻ, ദയാന, സതീഷ് കുമാർ, ഷംന, സുനീൽ, നൈട്രസ് ഓക്സൈഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സാധാരണയായിട്ട് നമ്മുടെ 75 കിലോ പാസ്കൽ മെയിൻറ്റെയിൻ ചെയ്ത വാതകം ഏതാണ്? വാതകം നമുക്ക് പറയാൻ പറ്റില്ല. 75 കിലോ പാസ്കൽ. ഓക്കെ ഓക്കെ, കറക്റ്റ്. വാക്വം. റൂബി, കറക്റ്റ് ആണ് കേട്ടോ. വാക്വം ആണ് അല്ലെ? വാക്വം ആണ്. ഇനി അനസ്തെറ്റിക് ആയിട്ടും അനാൾജസിക് ആയിട്ടും ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ്. അനസ്തെറ്റിക് ആയിട്ടും അനാൾജസിക് ആയിട്ടും ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണത്? അനസ്തെറ്റിക് കറക്റ്റ് ആണ് കേട്ടോ. സുനി, അജ്വ, ഹർന, ഫാത്തിമ, റെയിൻബോ,
സതീഷ് കുമാർ ഷംന, സ്മൃതി. ഓക്കെ, കറക്റ്റ് ആണ്. നൈട്രസ് ഓക്സൈഡ് കേട്ടാ, കറക്റ്റ് ആണ്. നൈട്രസ് ഓക്സൈഡ് ഇപ്പൊ തന്നെ പഠിച്ചു പോവാ കേട്ടാ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ക്രയോജനിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ്, ക്രയോജനിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? ക്രയോജനിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന, ഓക്കെ, നൈട്രജൻ അല്ലെ. സുശാന്ത്, ഷെറിൻ, നീതു, അപർണ, അശ്വിത, ഐശ്വര്യ, ഹുസിന, അജ്മ, ഡയാന, ആദിത്യ, കറക്റ്റ് ആണ്. ഫാത്തിമ, ലിക്വിഡ് നൈട്രജൻ. ഇപ്പൊ കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ലിക്വിഡ് നൈട്രജൻ, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ലിക്വിഡ് നൈട്രജൻ. നൈട്രസ് ഓക്സൈഡ്, നൈട്രജൻ പോലെ നമ്മൾ ക്രയോജനിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് നൈട്രജൻ ആണ് കേട്ടോ. ലിക്വിഡ് നൈട്രജൻ ആണ്. നേരത്തെ ഉത്തരാണോ പറഞ്ഞത്? നൈട്രസ് ഓക്സൈഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മള് ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത സ്ഥലത്ത് പവർ ടൂൾസ് പ്രവർത്തിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ് പറഞ്ഞു. ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത സ്ഥലങ്ങളില് പവർ ടൂൾസ് പ്രവർത്തിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? കറക്റ്റ്, നൈട്രജൻ. ഓക്കെ, നൈട്രജൻ ആണ്. ഇനി പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റില് വാതക മിശ്രിതങ്ങളിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? എന്താണ് എല്ലാത്തിന്റെ ഉത്തരം? രണ്ടെണ്ണത്തിന്റെ ഉത്തരം എന്താണ്? നൈട്രജൻ കേട്ടോ. അപ്പൊ നൈട്രജനിന് എന്തൊക്കെ 4 പോയിന്റ് നൈട്രജൻ ഉണ്ട് കേട്ടോ. അതിന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാം. ഓക്കെ, ഇൻസുലേറ്റിംഗ് ഏജന്റ് ഏതാണ്? നൈട്രസ് ഓക്സൈഡ്, ലാഫിംഗ് ഗ്യാസ് ആണ്. കാർബൺ. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഓക്കെ ആണ്. ഇനി നമ്മള് മെഡിക്കൽ പർപ്പസിനും നോൺ മെഡിക്കൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, നോൺ മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. ഏതാണത്? ഇതായിരിക്കും കംപ്രസ്ഡ് എയർ. എന്താണ് കംപ്രസ്ഡ് എയർ? ക്ലിയർ ആയല്ലോ? ഇതിന് ഇമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം വരുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ 6-7 എണ്ണം നമ്മൾ പഠിച്ചു കേട്ടോ. ശരി, ഓക്കെ, കറക്റ്റ് ആണ്. ക്ലിയർ ആണ്, പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോകാം. അത് കുറച്ച് ഉഷാറായി. ഉഷാറായി. അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഉഷാറുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉഷാറില്ലാന്നല്ലേ പറയുന്നത്? ഇനി അങ്ങനെ ആവാൻ പാടില്ല. പുതിയ വർഷമാണ്. അപ്പൊ നമ്മള് കുറെ പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ ആയിട്ട് വേണം വരാനായിട്ട് കേട്ടോ. നിങ്ങൾ കുറെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവല്ലോ. ഓക്കെ, ശരി, അത് നമുക്ക് നോക്കാം. അടുത്തത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസുകളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും സാരില്ല, നമുക്ക് പഠിക്കാം കേട്ടോ. അതായത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെ എന്തൊക്കെ കമ്പോണന്റുകളാണ് പ്രധാനമായിട്ടും വരുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ? മൊഡ്യൂൾ 4 വരുന്ന, അതെ അതെ കേട്ടോ, മൊഡ്യൂൾ 4 വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഓക്കെ, നിങ്ങൾ തിരിച്ച് തന്നെ എഴുതി എല്ലാം റെഡി വെക്കണം കേട്ടോ. 1 വരുന്ന ചാപ്റ്റേഴ്സ് ഇതാണ്, 2nd, 3rd, 4th വരുന്ന ചാപ്റ്റേഴ്സാണ് നിങ്ങളുടെ ഇതൊക്കെ ഷഫിൾ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഞാൻ മൊഡ്യൂൾ വൈസ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് നോക്കി ഇപ്പോഴേ തന്നെ എടുത്ത് വെക്കണോട്ട് അവസാന എക്സാമിന്റെ സമയത്ത് ഏത് ചാപ്റ്റർ ആണ് ഏതിനാണ് വരണേന്ന് അന്ന് കൺഫ്യൂഷൻ വരരുത് കേട്ടോ. അവസാന എക്സാം പേപ്പർ കാണുമ്പോ അയ്യോ ഇത് മൊഡ്യൂൾ 1-ലായിരുന്നല്ലോ 4th-ലായിരുന്നല്ലോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ തിരിച്ച് മാറ്റി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കൂ, ഒരു ചിത്രം നിങ്ങൾക്ക് കാണാലോ. കാണാൻ പറ്റുന്നില്ലേ ചിത്രം? ചിത്രം നിങ്ങൾ കണ്ടോ? നോക്കിക്കേ, കാണുന്നില്ലേ ചിത്രം? കാണുന്നുണ്ടല്ലോ. ശരി, ഇതാണ് നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ. ഈ ചിത്രം നിങ്ങളൊന്ന് കണ്ടുവെക്കാം, മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് പറഞ്ഞ് വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. നോക്കിയേ, നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഒരു ഹോസ്പിറ്റലിന്റെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഒരു പിക്ചറാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഇവിടെ നോക്കി ഏറ്റവും താഴത്തെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. ഏറ്റവും ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തിന് നമുക്ക് തുടങ്ങാം. ഇവിടെ കണ്ടോ ഒരു സോഴ്സ് നിങ്ങൾ കണ്ടോ, ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഇവിടെ ആണ് മെഡിക്കൽ ഗ്യാസ് നമ്മൾ സംഭരിച്ചു വെക്കുന്നത് കേട്ടോ. ഇതൊരു സോഴ്സ്, ഒരു ടാങ്ക് പോലെയാണ് ഇരിക്കുന്നത്. കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? പിന്നെ ഇത് നോക്കൂ, ഇവിടെ നിന്ന് എവിടേക്കാ സപ്ലൈ ചെയ്യുന്നത് കണ്ടോ? ഈ ഒരു മൊത്തം സിസ്റ്റത്തിന് നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ഏരിയ, ഇതിനെ നമ്മൾ പറയാ മാനിഫോൾഡ് സിസ്റ്റം എന്നാണ് പറയാ. നമ്മൾ പറയാട്ടോ അത് എന്തൊക്കെയാന്ന് പറയാം. നിങ്ങൾ ഈ ചിത്രം ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാം, എന്നിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. കുറച്ചുകൂടി എളുപ്പമായിരിക്കും.
നോക്കുക, മാനിഫോൾഡ് സിസ്റ്റം. ഈ ഒരു ഏരിയനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? കണ്ടോ, കുറെ സിലിണ്ടറുകൾ വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാല് പ്രത്യേകം സജ്ജീകരിച്ച് വാതകങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സോഴ്സ് ആണ്, ഒരു വലിയ ടാങ്ക് ആണ്. കണ്ടോ, ഈ ഒരു ടാങ്കിൽ നിന്നും എങ്ങോട്ടേക്കാണ് പോകുന്നത്? മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു വലിയ ഏരിയയിലോട്ടാണ് പോകുന്നത്. ഈ ഏരിയ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള എന്താ പറയാ സിലിണ്ടറുകൾ അല്ലെ, വാതകങ്ങളൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയനെ മാനിഫോൾഡ് സിസ്റ്റം എന്നാണ് പറയുക. ഈ സിസ്റ്റത്തിനകത്താണ് നമ്മൾ ഈ പറയുന്ന വ്യത്യസ്ത വാതകങ്ങൾ അടങ്ങിയിട്ടുള്ള സിലിണ്ടറുകൾ. കണ്ടോ, ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, ഇവിടെ സിലിണ്ടർ ഉണ്ട്, ഇവിടെയൊക്കെ സിലിണ്ടറുകളുണ്ട്. വ്യത്യസ്ത വാതകങ്ങൾ അടങ്ങിയിരിക്കുന്ന സിലിണ്ടറുകൾ. അതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് ലൈൻ സിസ്റ്റത്തിന് കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പാനൽസ്. കൺട്രോൾ പാനൽ നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. കണ്ടോ, ഇതൊരു ചെറിയ ഇതുപോലെ കണ്ടോ, ഇതൊരു കൺട്രോൾ പാനലാണ് കേട്ടോ. ഇതൊരു കൺട്രോൾ പാനലാണ്. കാരണം ഈ പറയുന്ന നമ്മുടെ പൈപ്പ് ലൈൻ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ പാനല്. അതുപോലെ തന്നെ ഈ കൺട്രോൾ പാനലിന്റെ ഭാഗത്തായിട്ട് തന്നെ എന്തൊക്കെ ഉണ്ടാവും? പ്രഷർ റെഗുലേറ്ററുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മോണിറ്ററിംഗ് സിസ്റ്റംസ്, അതായത് അലാം സിസ്റ്റംസ്, ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതുപോലെ വാൽവുകൾ. കണ്ടോ, ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു സ്ഥലത്തിന് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. കണ്ടോ, ഇവിടെ നിന്നാണ് വിവിധ പൈപ്പ് ലൈൻ, കണ്ടോ പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ കണ്ടോ, ഇവിടെ നിന്നാണ് വിവിധ പൈപ്പ് ലൈനുകളിലായിട്ട് കണ്ടോ ഓരോ റൂമുകളിലേക്ക് പോകുന്നത്. കണ്ടോ, ICU വാർഡുകൾ, ICU ഉണ്ടായിരിക്കും, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരിക്കും, വാർഡുകൾ ഉണ്ടായിരിക്കും. ഇവിടേക്കൊക്കെ കണ്ടോ ഈ പറയുന്ന പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസുകൾ ഓരോ ഏരിയയിലേക്കായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നോക്കൂ, ടെർമിനൽ യൂണിറ്റ് കാണാൻ പറ്റും. ഓരോ ഏരിയയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ടെർമിനൽ യൂണിറ്റുകൾ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട്, ഓരോ ടെർമിനൽ യൂണിറ്റ് ആണ്. ഇവിടെ നമ്മുടെ എക്യുപ്മെന്റ് കണക്ട് ചെയ്തിട്ടാണ് ഈ കിടക്കയിൽ കിടക്കുന്ന രോഗിക്ക് നമ്മൾ മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് എവിടെ നിന്നാ വരുന്നത്? കണ്ടോ, സോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മാനിഫോൾഡ് സിസ്റ്റം ഉണ്ട്. മനസ്സിലായല്ലോ? ഈ ഒരു ചിത്രം നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടോ കേട്ടോ, ചിത്രം ഒന്ന് നോക്കി വെച്ചോ. ഓക്കെ, ചിത്രം കണ്ടല്ലോ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് വായിക്കാം. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 6 കമ്പോണൻസുകളാണുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണേ. 6 കമ്പോണൻസുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇതൊക്കെയാണ് 6 കമ്പോണൻസ്. ഒന്നാമത്തത് സോഴ്സസ് ഓഫ് സപ്ലൈ. എന്താണ് സോഴ്സസ് ഓഫ് സപ്ലൈ? അതായത് എന്താണ് വാതക സ്രോതസ്സുകൾ. ഇപ്പൊ നോക്കിയേ, ഈ സിസ്റ്റത്തിൽ കണ്ട, ഇതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഒരു ടാങ്ക് പോലെ. ഇപ്പൊ ഒന്നിലധികം ടാങ്കുകൾ ഉണ്ടാകും. ചിത്രത്തിൽ ഇപ്പൊ ഒരു ടാങ്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ, പക്ഷെ ഒന്നിലധികം ടാങ്കുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഡിക്കൽ ഗ്യാസ് ജനറേറ്ററുകളും ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പൊ അതിന്റെ തന്നെ ഒരു ഭാഗമാണ്, അതിനോടനുബന്ധിച്ചുള്ള ഒരു ഭാഗം തന്നെയാണ് എന്ത്? മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതിലോട്ട് നമുക്ക് വരാം. ആദ്യം തന്നെ കമ്പോണൻസ് നമുക്ക് പഠിച്ചെടുക്കാം. ഒന്നാമത്തെ എന്താണ്? സോഴ്സസ് ഓഫ് സപ്ലൈ അല്ലെ. പ്രധാനമായിട്ടും ഒരു സോഴ്സ് ഉണ്ടായിരിക്കും, വാതക സ്രോതസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ എന്താണ്? പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് അല്ലെ. ചിത്രം കണ്ടു അല്ലെ, നമ്മളിവിടെയൊക്കെ കാണുന്നത് പൈപ്പിംഗ് നെറ്റ്വർക്കുകളാണ്. കണ്ടോ, ഇതാണ് എന്ത്? പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്. കണ്ടല്ലോ, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്. അതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് അല്ലെ. വാതക വിതരണ സംവിധാനമാണ് എന്ത്? പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്. അപ്പൊ നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, വിച്ച് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റി ഇൻ ദ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം? ഏതാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിലെ ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റി? ഏതാണ്? പൈപ്പിംഗ് നെറ്റ്വർക്കുകളാണ് അല്ലെ. അപ്പൊ അതിൽ ആ ഒരു പ്രാക്ടീസിൽ തന്നെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്, വാതക വിതരണ സംവിധാനമാണ്. മൂന്നാമത്തെ കമ്പോണന്റ് ആണ് വാൽവ്സ്. എന്താണ് വാൽവ്സ്? വാൽവ്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? ടു കൺട്രോൾ ദ മെത്തേഡ്, ദാറ്റ് മീൻസ് ടു കൺട്രോൾ ദ ഫ്ലോ അല്ലെ. ഈ പറയുന്ന പൈപ്പ് ലൈനിലൂടെയുള്ള മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പോണന്റ് ആണ് ഇത് വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ വാൽവ് ഒന്നും നമുക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കാനായിട്ട് പറ്റില്ല, പക്ഷെ ഇവിടെ എന്തുണ്ട്? വാൽവുകൾ ഉണ്ട് കേട്ടോ. ഒരു വാൽവ്, കുഞ്ഞു കുഞ്ഞു വാൽവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വാൽവുകൾ എന്താണ് ചെയ്യുന്നത്? ടു കൺട്രോൾ ദ മെത്തേഡ്, അഥവാ ടു കൺട്രോൾ ദ ഗ്യാസ് ഫ്ലോ ത്രൂ ദ പൈപ്പിംഗ് നെറ്റ്വർക്ക്. ഈ പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയുള്ള ഗ്യാസിന്റെ ആ ഒരു ഒഴുക്ക്, ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അത് വാൽവ്സുകളാണ് അല്ലെ. വാൽവ്സുകൾ ഉണ്ടാവും, കൺട്രോൾ പാനൽ ഉണ്ടാവും, വാൽവ്സ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നാലാമത്തെ കമ്പോണന്റ് ആണിത് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്.
എന്താണ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് വാർണിംഗ് അലാം സിസ്റ്റംസുകളൊക്കെ ഉണ്ടാവും. ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, പക്ഷെ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് മുന്നറിയിപ്പ് അലാം സംവിധാനങ്ങൾ. ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ മോണിറ്ററിങ് അല്ലെ, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഗ്യാസ് ഫ്ലോയിൽ വല്ല വാരിയേഷൻസ് വരുന്നുണ്ടോ, നല്ല ലീക്കേജ് വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അഞ്ചാമത്തെ കമ്പോണന്റ് എന്താണ്? ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. അതായത് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടു സപ്ലൈ ദ ഗ്യാസസ് അല്ലെ, ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഔട്ട്ലെറ്റുകളും. വാതക വിതരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വാതക വിതരണം ചെയ്യുന്നത് പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ്. ഗ്യാസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് കേട്ടോ, നമ്മൾ കൊടുക്കുന്നത് പേഷ്യൻസിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഏത് മുഖേനയാണ്? ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ് മുഖേനയാണ് കേട്ടോ. ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ് മുഖേന, അതായത് ആക്സസ് പോയിന്റ്സുകളാണ്. ആ പോയിന്റുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാതകം നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇൻലെറ്റ്സ് ആൻഡ് ഔട്ട്ലെറ്റ്സ്. ആറാമത്തെ കമ്പോണന്റ് എന്താണ്? സെക്കൻഡറി എക്യുപ്മെന്റ് അല്ലെ. ആറാമത്തെ കമ്പോണന്റ് എന്താണ്? സെക്കൻഡറി എക്യുപ്മെന്റ്, അതായത് ദ്വിതീയ ഉപകരണങ്ങൾ എന്ന് പറയും. അപ്പൊ ഏതൊക്കെയാണ് 6 കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചത്? ഏതൊക്കെയാണ് 6 കമ്പോണന്റ്? ഒന്ന് സോഴ്സ് ഉണ്ടായിരിക്കും അല്ലെ, സോഴ്സ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ എന്താണ്? പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ അല്ലെ, പൈപ്പിംഗ് നെറ്റ്വർക്ക്. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് ദ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അല്ലെ, വാതക വിതരണ സംവിധാനമാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. ഇനി അവിടെ എന്തുണ്ടായിരിക്കും? വാൽവ് ഉണ്ടായിരിക്കും അല്ലെ. മൂന്നാമത്തെ കമ്പോണന്റ് വാൽവാണ്. വാൽവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു കൺട്രോൾ ദ ഗ്യാസ് ഫ്ലോ അല്ലെ, ഗ്യാസിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് വാൽവ് ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും? വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്. അതാണ് നാലാമത്തെ കമ്പോണന്റ് അല്ലെ. മുന്നറിയിപ്പ് അലാം സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ പൈപ്പിംഗ് നെറ്റ്വർക്കും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ആ ഗ്യാസ് പേഷ്യൻസിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക്? ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ് വേണം. അതാണ് അഞ്ചാമത്തെ കമ്പോണന്റ് അല്ലെ. ഔട്ട്ലെറ്റ്സും ഇൻലെറ്റ്സും ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടു സപ്ലൈ ദ ഗ്യാസ് അല്ലെ, ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആറാമത്തെ കമ്പോണന്റ് എന്താണ്? സെക്കൻഡറി. ആറാമത്തെ കമ്പോണന്റ് എന്താണ്? സെക്കൻഡറി എക്യുപ്മെന്റ്. അതെന്താണെന്ന് നമുക്ക് പറയാം. 6 കമ്പോണന്റ് പഠിച്ചോ നിങ്ങള്? സോഴ്സസ് ഉണ്ട്, പൈപ്പിംഗ് നെറ്റ്വർക്ക് ഉണ്ട്, പിന്നെ എന്താണുള്ളത്? വാൽവ് ഉണ്ട്, പിന്നെ എന്താണ്? വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് ഉണ്ട്, ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ് ഉണ്ട്, സെക്കൻഡറി എക്യുപ്മെന്റ് ഉണ്ട്. ഇങ്ങനെ 6 കമ്പോണന്റ്സുകളാണ് ഏതിനകത്ത് വരുന്നത്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. ക്ലിയർ ആണല്ലോ? 6 കമ്പോണന്റ് മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റത്തെയാണ് സോഴ്സസ്. സോഴ്സസ് നമ്മൾ ഓൾറെഡി ചിത്രത്തിൽ കണ്ടത്. ഇയാളാണ് സോഴ്സസ്. അത് ടാങ്ക് ആവാം, അല്ലെങ്കിൽ ഗ്യാസ് ഫ്ലോ ജനറേറ്റർ ആയിരിക്കാം. അതിപ്പോ ഇതിപ്പോ ചിത്രത്തിൽ ഒരെണ്ണേ കാണുന്നുള്ളൂ കേട്ടോ, ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ടാവും. പല പല വാദങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ ഒന്നിൽ കൂടുതൽ ടാങ്കുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സോഴ്സസ് ആർ ദ റിസർവ്സ് ദാറ്റ് ജനറേറ്റ് ദ ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസസ് through piping networks like the manifold systems. എന്താണ് പറയുന്നത്? Sources are the reserves that generate the flow of medical gases through piping networks like manifold systems. അതായത് manifold system പോലുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലൂടെ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ റിസർവുകൾ അല്ലെ. ചിലപ്പോൾ അതൊരു ബൾക്ക് ടാങ്കുകളായിരിക്കാം, അല്ലെങ്കിൽ ജനറേറ്ററുകളായിരിക്കാം. ആ ഒരു റിസർവോയറിന്, അത് റിസർവോയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംപിളി നമ്മൾ മെഡിക്കൽ സോഴ്സസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് സിംപിളി എന്ത് പറയാം? സോഴ്സസ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? മാനിഫോൾഡ് പോലെയുള്ള എന്താണ് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ട് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിസർവുകൾ അല്ലെങ്കിൽ ജനറേറ്ററുകൾ, അതിനെയാണ് നമ്മൾ സോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിലെ ഇയാളാണ് സാധനം. ഓക്കെ, ഇത് എങ്ങോട്ടേക്കാണ് നേരെ പോകുന്നത്? മാനിഫോൾഡ് സിസ്റ്റത്തിനകത്തോട്ടാണ് പോകുന്നത്. മാനിഫോൾഡ് സിസ്റ്റം എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. പ്രത്യേകം സജ്ജീകരിച്ച് വാതകങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ആ സ്ഥലത്തിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ വ്യത്യസ്ത വാതകങ്ങൾ അടങ്ങിയിരിക്കുന്ന സിലിണ്ടറുകള്, അതുപോലെ പൈപ്പ് ലൈൻ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനലുകള്, പ്രഷർ റെഗുലേറ്ററുകള്, മോണിറ്ററിംഗ് സിസ്റ്റംസ്, ഇതെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലം, അതിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് സോഴ്സിന്റെ തന്നെ ഭാഗമാണ്, ഇതിന്റെ തന്നെ കണക്ട് ചെയ്തിട്ട് വരുന്ന ഭാഗമാണ് കേട്ടോ. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് മാനിഫോൾഡ് സിസ്റ്റം നമുക്ക് മാറിക്കാം.
It contains high pressure cylinders on 2 banks. Bank ഉദ്ദേശിക്കുന്ന ഇവിടെ സിസ്റ്റം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ 2 banks. One is a backup to the other. അതായത് സാധാരണയായിട്ട് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം ആണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി? ഇതിൽ സാധാരണയായിട്ട് 2 ബാങ്കുകളിലായിട്ട്, ദാറ്റ് മീൻസ് 2 സിസ്റ്റത്തിലായിട്ട് ഹൈ പ്രഷർ സിലിണ്ടറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, 2 സിസ്റ്റത്തിലായിട്ട് 2 ബാങ്ക്സിലായിട്ട് നമ്മൾ ഹൈ പ്രഷർ സിലിണ്ടറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു സമയം നമ്മൾ ഒരു ബാങ്കിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ഗ്യാസ് മാത്രമേ നമ്മൾ പൈപ്പ് ലൈനിലൂടെ സപ്ലൈ ചെയ്യുള്ളൂ. ഈ ചിത്രം കാണുമ്പോൾ നോക്കൂ, 2 ബാങ്കുകളുണ്ട് കണ്ടോ. ഒരു വാതകം തന്നെ 2 ബാങ്ക്സ്, 1, 2 സിലിണ്ടറുകളായിട്ട് അല്ലെങ്കിൽ 2 ബാങ്ക്സിലായിട്ടാണ് നമ്മൾ എപ്പോഴും ഈ 2 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 1, 2 ഒരുമിച്ചാണ് 2 ബാങ്കുകളിലായിട്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ചിത്രം കണ്ടല്ലോ, ഇതാണ് മാനിഫോൾഡ് സിസ്റ്റം കേട്ടോ. അപ്പൊ അതിനകത്ത് എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? പൊതുവെ 2 ബാങ്കുകളിലായിട്ട് ഹൈ പ്രഷർ സിലിണ്ടറുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു സമയം ഒരു ബാങ്കിൽ നിന്നുള്ള, അതായത് ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ഗ്യാസ് മാത്രമേ നമ്മൾ പൈപ്പ് ലൈനിലേക്ക് സപ്ലൈ ചെയ്യുള്ളൂ. മറ്റേ ബാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നിന് ബാക്കപ്പ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു സമയം ഒരു ബാങ്കിൽ നിന്നുള്ള ഗ്യാസ് മാത്രമേ സപ്ലൈ ചെയ്യുള്ളൂ. ഇനി ആ ബാങ്കിന് ആ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു, എന്തെങ്കിലും കാരണവശാൽ ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, അതിലൂടെ നമുക്ക് ഗ്യാസ് എന്താ പറയാ സപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കേജ് വന്നു, അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ ഒരു ബാക്കപ്പ് കൊടുക്കണം. അത് വർക്ക് ചെയ്യുന്നില്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്കൊരു ബാക്കപ്പ് എപ്പോഴും നമ്മൾ കരുതിയിരിക്കണം അല്ലെ. അതിനാണ് രണ്ടാമത്. അതുകൊണ്ടാണ് പറയുന്നത് വൺ ഈസ് എ ബാക്കപ്പ് ടു ദ അതർ. ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സിലിണ്ടറിലൂടെ ഒരു സമയം നമ്മൾ ലൈനിലേക്ക് സപ്ലൈ ചെയ്യും. ഇൻ കേസ് ഈ ഒരു ബാങ്കിന്, ഈ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സിസ്റ്റത്തിലേക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിന് ബാക്കപ്പ് ആയിട്ടാണ് മറ്റേ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. വൺ ഈസ് എ ബാക്കപ്പ് ടു ദ അതർ. ക്ലിയർ? Besides, the control panel is installed for primary and secondary regulators. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഈ പ്രൈമറി സെക്കൻഡറി റെഗുലേറ്ററുകൾക്കായിട്ട് കൺട്രോൾ പാനലും അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ചിത്രത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റില്ല. ഇപ്പൊ ഈ ഒരു ബാങ്ക്, ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു കൺട്രോൾ പ്രഷർ മീൻസ് ഒരു കൺട്രോൾ പാനൽ ഉണ്ടാക്കി. ഇതിനെയാണ് ആദ്യത്തേന്റെയാണ് പ്രൈമറി റെഗുലേറ്റർ, രണ്ടാമത് ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കുന്ന സെക്കൻഡറി റെഗുലേറ്റർ. അപ്പൊ ഈ പറയുന്ന പ്രൈമറി സെക്കൻഡറി റെഗുലേറ്ററുകൾക്കായിട്ട് കൺട്രോൾ പാനൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പ്രഷർ റെഗുലേറ്റേഴ്സ് തന്നെ നമ്മൾ പറഞ്ഞ ഈ വാതകങ്ങളെല്ലാം തന്നെ ഒരു കൺസിസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പ് ലൈനിലോട്ട് കടത്തിവിടുക അല്ലെ. ആ ഒരു പ്രഷർ കൺട്രോൾ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ വാർണിംഗ് ലാബ്സ് ഉണ്ടായിരിക്കും. വാർണിംഗ് ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലാം സിസ്റ്റം ആണ്. ഓക്കെ, വാർണിംഗ് അതുപോലെ തന്നെ അലാം സിസ്റ്റം ആണ്. കാര്യം ഈ ഫ്ലോയിൽ വല്ല ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മൾ അലാം സിസ്റ്റം, വാർണിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? മാനിഫോൾഡ് സിസ്റ്റം ഇത്രയുള്ളൂ. സാധാരണയായിട്ട് അവിടെ 2 ബാങ്കുകളിലായിട്ടാണ് നമ്മൾ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത്, ഗ്യാസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഒരെണ്ണം മറ്റൊന്നിന് ബാക്കപ്പ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടാതെ പ്രൈമറി സെക്കൻഡറി റെഗുലേറ്ററുകൾക്കായിട്ട് കൺട്രോൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ പ്രഷർ റെഗുലേറ്ററുകൾ ഉണ്ടായിരിക്കും, വാർണിംഗ് ലാബ്സുകളൊക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം അടങ്ങുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനിഫോൾഡ് സിസ്റ്റം. ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ മാനിഫോൾഡ് സിസ്റ്റം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ സോഴ്സിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ മാനിഫോൾഡ് സിസ്റ്റം. ആദ്യത്തെ കമ്പോണന്റ് കഴിഞ്ഞു. രണ്ടാമത്തെയാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക് കേട്ടോ. പൈപ്പിംഗ് നെറ്റ്വർക്ക് അത് നമുക്ക് ചിത്രത്തിലൂടെ കാണാം. ഇതാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ടു പ്രൊവൈഡ് ഗ്യാസ് ഓർ വാക്വം അറ്റ് ദ എൻഡ് പോയിന്റ് ഓർ ടെർമിനൽ യൂണിറ്റ്സ്. എന്താണ് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സ്റ്റേഷൻ അല്ലെങ്കിൽ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്ന് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ടെർമിനൽ യൂണിറ്റിലോട്ട്, അഥവാ എന്താ പറയുക യൂസർ എൻഡിലോട്ട്, ടെർമിനൽ യൂണിറ്റിലോട്ട് അല്ലെങ്കിൽ യൂസർ എൻഡ്. ടെർമിനൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. ആ റൂമിലെത്തുന്ന ഇതൊക്കെ ടെർമിനൽ യൂണിറ്റുകളാണ്, അഥവാ യൂസർ എൻഡ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു യൂസർ എൻഡിലോട്ട് എന്താ പറയാ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നത്. Okay, medical gases and vacuum
are distributed through the pipeline distribution system to provide gas or vacuum at the end point or terminal unit. ഈ പറയുന്ന സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും ഈ പറയുന്ന എൻഡ് യൂണിറ്റിലേക്ക് എൻഡ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റിലേക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് ആണ്. ക്ലിയർ? ഇനി നോക്കാം. The terminal units may be either wall mounted or pendant mounted. ഇനി നമ്മൾ ഈ ഒരു മിനിറ്റ് ഓക്കെ. അപ്പൊ ഈ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നോക്കട്ടോ. അതായത് ഈ ടെർമിനൽ യൂണിറ്റ്സ് ഉണ്ടല്ലോ, അത് ഒരു പക്ഷേ വാൾ മൗണ്ടഡ് ആയിരിക്കാം അല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ് ആയിരിക്കാം. അതായത് ഈ ടെർമിനൽ യൂണിറ്റ് ഉണ്ടല്ലോ, ആ എൻഡ് പോയിന്റ്, അതൊരു പക്ഷെ എന്താണ് ചുമരിൽ ഘടിപ്പിച്ച ടൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പെൻഡന്റ്, അതായത് പെൻഡന്റ് മൗണ്ടഡ് ആയിട്ടുള്ള ടൈപ്പും ആകാം എന്നാണ് പറയുന്നത്. ചിത്രം കാണിച്ചത് മനസ്സിലാവും. വാൾ മൗണ്ടഡ് കേട്ടോ, കണ്ടോ? വാൾ മൗണ്ടഡ് ടെർമിനൽ യൂണിറ്റ് ഈ ചിത്രം നോക്കി കണ്ടോ? ഇതെന്ന് വെച്ചാൽ ചുമരിൽ ഘടിപ്പിച്ചിട്ടുള്ള ടൈപ്പ് ടെർമിനൽ യൂണിറ്റ് ആണ്. കണ്ടോ? ഇതിപ്പോ ഈ ചുമരിലല്ലേ ഘടിപ്പിച്ചിരിക്കുന്നത്. ടെർമിനൽ യൂണിറ്റ് അഥവാ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ചുമരിൽ ഘടിപ്പിച്ച ടൈപ്പ് ആയിരിക്കാം. ഈ ചിത്രത്തിൽ കണ്ടോ, ഇതൊക്കെ ചുമരിൽ ഘടിപ്പിച്ചേക്കുന്നതാ, അതിന്റെ തന്നെ ചുമരിൽ ഘടിപ്പിച്ചേക്കുന്നതാ. അതല്ലാതെ പെൻഡന്റ് മൗണ്ടഡ് ആയിട്ട് വരുത്താം. പെൻഡന്റ് മൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രം കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടോ? നിങ്ങള് കാണുന്നില്ല ചിത്രം? കണ്ടോ? ഇതാണ് പെൻഡന്റ് മൗണ്ടഡ് കേട്ടോ. എന്ന് വെച്ചാൽ പെൻഡന്റ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മള് സസ്പെൻഡ് ഫ്രം സീലിംഗ്, അതായത് ഈ മുകളിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ സസ്പെൻഡ് ചെയ്തിട്ട് യൂസിങ് എ മെക്കാനിക്കൽ ആണ്. കണ്ടോ? അതൊരു മെക്കാനിക്കൽ ആമ പോലെ പെൻഡന്റ് മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ്സ് ആയിരിക്കാം. മനസ്സിലായോ? ഇതിങ്ങനെ തൂക്കി വെക്കുന്ന, അല്ലാണ്ട് ചുമരിൽ ഘടിപ്പിക്കുന്ന ടൈപ്പ് അല്ല. ഈ സസ്പെൻഡ് ഫ്രം സീലിംഗ്, മുകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കാണ്, യൂസിങ് എ മെക്കാനിക്കലാണ്. നമ്മൾ ഈ കഴുത്തിലിടുന്നതിന് പെൻഡന്റ് തന്നെ പറയാം, പെൻഡന്റ് തൂക്കിയിടുന്ന സാധനം എന്നതുപോലെ എന്താണ് സീലിംഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള പെൻഡന്റ് മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ. ഇവിടെ എന്തിന്റെ ടെർമിനൽ യൂണിറ്റ് കണ്ടോ? ഇങ്ങനെയും ചെയ്യാം, പെൻഡന്റ് മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ. മനസ്സിലായല്ലോ പറഞ്ഞത്? ക്ലിയർ ആയില്ലേ? കണ്ടിട്ടുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. The terminal units may be either wall mounted or pendant mounted. ഈ പറയുന്ന ടെർമിനൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ചുമരിൽ ഘടിപ്പിച്ച ടൈപ്പ് ആവാം, അതല്ലെങ്കിൽ പെൻഡന്റ് ആവാം. പെൻഡന്റ് ഇപ്പൊ ചിത്രത്തിൽ കണ്ടല്ലോ, ഇങ്ങനെ സസ്പെൻഡഡ് ഫ്രം ദ സീലിംഗ്, ആ ടൈപ്പും ടെർമിനൽ യൂണിറ്റ്സ് ആകാം എന്നാണ് പറയുന്നത്. രണ്ട് തരത്തിലുണ്ടല്ലോ ടെർമിനൽ യൂണിറ്റ് കേട്ടോ. ഇനി എന്താ പറയുന്നത്? ഹൈ ക്വാളിറ്റി കോപ്പർ should be used to make the pipes. നമ്മൾ പൈപ്പിംഗ് നെറ്റ്വർക്കിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ എപ്പോഴും എന്താണ് ഉയർന്ന നിലവാരത്തിലുള്ള കോപ്പറുകളാണ്, ചെമ്പാണ് നമ്മൾ ഇത്തരത്തിലുള്ള പൈപ്പുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഉയർന്ന നിലവാരത്തിലുള്ള ചെമ്പാണ് നമ്മൾ ഇത്തരം പൈപ്പുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. Moreover, pipes should be protected against the physical damage and corrosion. അത് മാത്രമല്ല, ഇത്തരം പൈപ്പുകൾ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡാമേജിൽ നിന്നും കൊറോഷനിൽ നിന്നും വളരെ സുരക്ഷിതമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള കോപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഇത്തരം പൈപ്പുകൾ നമ്മൾ നിർമ്മിക്കുന്നത്. കാരണം ഫിസിക്കൽ ഡാമേജോ കൊറോഷനോ അതൊന്നും വരാനായിട്ട് പാടില്ല. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. അത് മാത്രമല്ല, അതിന്റെ കളർ കോഡഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്, അതായത് ആ ഒരു പൈപ്പിലൂടെ ഏത് ഗ്യാസ് ആണോ പാസ് ചെയ്യുന്നത് അതിന്റെ കളറും നമ്മൾ അവിടെ കൃത്യമായിട്ട് കോഡ് ചെയ്തിരിക്കണം. കളർ കോഡിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഏതൊക്കെ ഗ്യാസിന് ഏതൊക്കെ കളർ കോഡാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയേ ഉള്ളൂ പൈപ്പിംഗ് നെറ്റ്വർക്ക്. മനസ്സിലായല്ലോ? പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്ന് ടെർമിനൽ യൂണിറ്റിലോട്ട് അഥവാ എൻഡ് പോയിന്റിലോട്ട് ഗ്യാസ് എന്താണ് വിതരണം ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ പൈപ്പിംഗ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ പൈപ്പിംഗ് നെറ്റ്വർക്ക് എവിടെ അവസാനിക്കുന്നത്?
ടെർമിനൽ യൂണിറ്റിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, ആ യൂസർ ടെർമിനൽ യൂണിറ്റിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇത്തരം ഇനി ടെർമിനൽ യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ടെർമിനൽ യൂണിറ്റ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ വാൾ മൗണ്ടഡ് ആയിരിക്കാം, ചുമരിൽ ഘടിപ്പിച്ച് ടൈപ്പ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ് ആണ്. ചിത്രം കാണിച്ചിരുന്നല്ലോ, പെൻഡന്റ് മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ്സ് ആയിരിക്കും. പിന്നെ എന്താണ്, വളരെ ഉയർന്ന നിലവാരത്തിലുള്ള കോപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം പൈപ്പുകൾ നിർമ്മിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാല് ഫിസിക്കൽ ഡാമേജോ കൊറോഷനോ അതിൽ നിന്നൊക്കെ സുരക്ഷിതമായിരിക്കണം, സേഫ് ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ലെവൽ കോപ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ എന്താണ്, ആ ഒരു പൈപ്പിലൂടെ ഏത് ഗ്യാസ് ആണോ കടത്തിവിടുന്നത് ആ ഒരു ഗ്യാസിന്റെ കളറും അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, കോഡ് ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളിപ്പോ ഈ ചിത്രം കാണുമ്പോ കണ്ടോ, ഓരോ ലൈനിനും ഓരോ കളറ് കൊടുക്കും. കണ്ടോ, ഇപ്പൊ നീല കളർ കാണാം, മഞ്ഞ കളർ കാണാം, അങ്ങനെ ഓരോരോ കളർ കോഡ് യൂസ് ചെയ്യും. ഓക്കെ, എല്ലാ ക്ലാസ്സിലും ഒരേ കളർ അല്ലല്ലോ, കളറിലല്ല കൊടുക്കുന്നത്, ഒരു കളർ കോഡ് വരെ കേട്ടോ. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. അത്രയേ ഉള്ളൂ പൈപ്പിംഗ് നെറ്റ്വർക്ക്. അപ്പൊ രണ്ടാമത്തെ കമ്പോണന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. മൂന്നാമത്തെ കമ്പോണന്റ് ആണ് വാൽവ്സ്. ഇതാണ് വാൽവ് കേട്ടോ. എന്താണ് വാൽവിനെ പറ്റി പറയുകയാണെങ്കിൽ there are 2 types of valves. 2 ടൈപ്പ് വാൽവുകളാണ് ഉള്ളത്. ഇതൊക്കെയാണ് 2 ടൈപ്പ് വാൽവ് അറിയോ? ഒന്ന് സോൺ വാൽവ്സും മറ്റൊന്ന് സർവീസ് വാൽവും. ഇതൊക്കെയാണ് സോൺ വാൽവ്സ് ഉണ്ട്, സർവീസ് വാൽവ്സ് ഉണ്ട് കേട്ടോ. ഈ സോൺ വാൽവിന്റെ ചിത്രം, ഇത് സോൺ വാൽവാണ് കേട്ടോ. ഈ ചിത്രം നിങ്ങൾ കണ്ടോ, ചിത്രം കാണാൻ പറ്റും. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് സോൺ വാൽവുകളാണ്. എന്താണ് സോൺ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കാണുന്നില്ലേ നിങ്ങൾക്ക് സോൺ വാൽവ്? ഓക്കെ, സോൺ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് that are used to, sone valves are used to isolate large parts of the system, that is rooms for modification and or repair. Okay, that is സോൺ വാൽവുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ വലിയ ഭാഗങ്ങൾ കേട്ടോ, ലാർജർ ഭാഗങ്ങൾ, അതായത് വലിയ ഭാഗങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. നേരത്തെ കണ്ട ചിത്രം നോക്കിയാണ് കേട്ടോ, കണ്ടല്ലോ, ഇതൊക്കെ സോൺ വാൽവുകളാണ്. അപ്പൊ ആ ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ വലിയ ഭാഗങ്ങൾ, വലിയ ഏരിയാസ് അത് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല, സോൺ വാൽവ്സ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ corridor valves and should be labeled to indicate the room that they control. അത് മാത്രമല്ല, ഈ സോൺ വാൽവുകൾ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഈ കോറിഡോർസ് ഉണ്ടല്ലോ, കോറിഡോർസ് ഇടനാഴികൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ ഈ കോറിഡോർസിന്റെ ചുമരുകളിലായിട്ടായിരിക്കും, ഹോസ്പിറ്റലിൽ കോറിഡോർസ് ഉണ്ടാവുമല്ലോ, ആ കോറിഡോർസിന്റെ ചുമരുകളിലായിരിക്കും നമ്മൾ സാധാരണയായിട്ട് എന്ത് ഘടിപ്പിക്കാറ്, ഈ പറയുന്ന സോണൽ വാൽവുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിന് തൊട്ടടുത്തായിട്ട് ഏതെല്ലാം ഏരിയകളിലേക്കാണ് ആ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതെന്നും കൃത്യമായിട്ട് അതിനകത്ത് എന്ത് ചെയ്തിരിക്കണം, ലാബൽ ചെയ്തിരിക്കണം കേട്ടോ. അതാണ് ഈ പറയുന്നത്, ഈ ഒരു വാൽവ് ഏത് ഏരിയയിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് അവിടെ ലാബൽ ചെയ്ത് വെച്ചിരിക്കണം. അതുപോലെ രണ്ടാമത്തെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വാൽവ് ഏതെല്ലാം ഏരിയകളിലേക്കാണ് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത്, ആ ഏരിയ ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ICU ആയിരിക്കാം, അത് ഏതാണോ ഏരിയ എന്നുള്ളത് അത് ഇവിടെ കൃത്യമായിട്ട് ലാബൽ ചെയ്തിരിക്കണം കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. സോൺ വാൽവ്സ് ആർ ഇൻസ്റ്റാൾഡ് ആൻഡ് കോറിഡോർ വാൽവ്സ് ആൻഡ് ഷുഡ് ബി ലാബൽഡ് ടു ഇൻഡിക്കേറ്റ് ദ റൂം ദാറ്റ് ദേ കൺട്രോൾ. ഓക്കെ, അതിന് തൊട്ടടുത്ത് ഏത് റൂമിലേക്കാണോ ഏത് ഏരിയയിലേക്കാണോ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത് ആ ഏരിയ ഇവിടെ കൃത്യമായിട്ട് ആ ഒരു വാൽവിനകത്ത് ലാബിൽ ചെയ്തിരിക്കും. ക്ലിയർ ആണല്ലോ, അത്രയും. അതാണ് സോൺ വാൽവ് കേട്ടോ. പിന്നെ ഫർദർമോർ സർവീസ് വാൽവ്സ്, സർവീസ് വാൽവ് ചിത്രം ഇല്ല കേട്ടോ. ഫർദർമോർ സർവീസ് വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് സർട്ടൻ പാർട്സ് ഓഫ് ദ സിസ്റ്റം ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് ഓർ റിപ്പയർ. ഇനി സർവീസ് വാൽവ് എന്ന് പറയുമ്പോൾ അത് സാധാരണ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് കേട്ടോ, അതായത് ഗ്യാസ് സിസ്റ്റത്തിന്റെ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് ഏതെങ്കിലും ഗ്യാസ് പൈപ്പ് ലൈനിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുന്നതിനും മോഡിഫൈ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. സോൺ വാൽവ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ വലിയ ഭാഗങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനും മോഡിഫൈ ചെയ്യാനാണ് സോൺ വാൽവ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സർവീസ് വാൽവ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് ഏതെങ്കിലും സർട്ടൈൻ പാർട്ടിലാണ്, ഏതെങ്കിലും ചെറിയ ഭാഗമായിരിക്കും, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പൈപ്പ് ലൈനിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അവിടെ റിപ്പയർ ചെയ്യുന്നതിനും മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ they are accessible by the clinical staff. പിന്നെ എന്താണ്, സർവീസ് വാൽവ് ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസിബിൾ ആണ്.
എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഈസിലി ആക്സസിബിൾ ആണ്, അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതേസമയം സോൺ ഭാഗം എന്ന് പറയുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് വലിയ ഏരിയയിലേക്കുള്ള ഭാഗങ്ങളാണ്, എന്താ പറയാ വലിയ ഏരിയയിലുള്ള ഭാഗങ്ങളാണല്ലോ ഈ സോണൽ വാൽവ് സിസ്റ്റം. അത് ക്ലിനിക്കൽ സ്റ്റാഫിന് ഈസിലി ആക്സസിബിൾ അല്ല. പക്ഷെ സർവീസ് വാൽവുകൾ പൊതുവെ ആർക്ക് ആക്സസിബിൾ ആണ്? ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസിബിൾ ആണ്. പക്ഷെ അവർക്ക് തന്നെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാനും മറ്റൊക്കെ അവർക്ക് സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ വാൽവ് എന്താണെന്ന് മനസ്സിലായല്ലോ? 2 ടൈപ്പ് വാൽവുണ്ട്, സോണൽ വാൽവ്സ് ഉണ്ട്, സർവീസ് വാൽവ് ഉണ്ട്. സോണൽ വാൽവ് എന്ന് പറയുന്നത് ഗ്യാസ് സിസ്റ്റത്തിന്റെ വലിയ ഭാഗങ്ങൾ റിപ്പയർ ചെയ്യാൻ മോഡിഫൈ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് സാധാരണയായിട്ട് കോറിഡോർസിന്റെ ചുമരുകളിലാണ് ഘടിപ്പിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് ഏതെല്ലാം ഏരിയയിലേക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നുണ്ട് ആ ഏരിയ അവിടെ കൃത്യമായിട്ട് ആ വാൽവിനകത്ത് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. അതേസമയം സർവീസ് വാൽവ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് എന്തെങ്കിലും തകരാറ് സംഭവിച്ച് അവിടെ റിപ്പയർ ചെയ്യാനും മോഡിഫൈ ചെയ്യാനായിട്ടാണ് സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. അത് ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് എന്താണ് ആക്സസിബിൾ ആണ്. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് കേട്ടോ. 4ാമത്തെ കമ്പോണന്റ് ആണ് കേട്ടോ, വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്. മുന്നറിയിപ്പ് അലാം സംവിധാനങ്ങളാണ്. It is the function of warning and alarm systems to give the information for the responsible staff about the whole plant in case of failure detection or change requirements. ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തില് എന്തെങ്കിലും ഫെയിലിയർ വന്നാൽ, എന്തെങ്കിലും തകരാറ് കണ്ടെത്തി കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സിലിണ്ടറുകൾ മാറ്റം വരുത്തേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടെക്നീഷ്യനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു? വാർണിംഗ് സിസ്റ്റംസ്, അലാം സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഈ പറയുന്ന ഗ്യാസ് സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സിലിണ്ടർ മാറ്റേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്, അപ്പൊ അത്തരം കാര്യങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടെക്നീഷ്യനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന വാർണിംഗ് അലാം സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഫോർ മോണിറ്ററിംഗിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. There are 2 main alarm systems. പ്രധാനമായിട്ട് 2 അലാം സിസ്റ്റംസുകളാണ് ഉള്ളത്. ഇതൊക്കെയാണ്, ഒന്ന് മാസ്റ്റർ അലാംസും അതുപോലെ തന്നെ ഏരിയ അലാംസും. ഇതൊക്കെയാണ് 2 അലാംസ്. മാസ്റ്റർ അലാംസ് ഉണ്ട്, ഏരിയ അലാംസ് ഉണ്ട്. ഓക്കെ, എന്താണ് മാസ്റ്റർ അലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മാസ്റ്റർ അലാം മോണിറ്റേഴ്സ് ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സസ് കണ്ടീഷൻ. അതായത് മെയിൻ ആയിട്ടുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ, അതുപോലെ തന്നെ സോഴ്സസ്, അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റർ അലാമുകൾ യൂസ് ചെയ്യുന്നത്. മാസ്റ്റർ ആണല്ലോ, പ്രത്യേക പേരിൽ തന്നെ നമുക്കറിയാം. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഗ്യാസ് പൈപ്പ് ലൈനില് അല്ലെങ്കിൽ ഈ പറയുന്ന സോഴ്സിനൊക്കെ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്റ്റർ അലാംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏരിയ അലാംസ് ആർ ഫൗണ്ട് ഓൺ അലാം പാനൽസ് ആൻഡ് their function is to monitor the conditions of specific critical care areas. ഏരിയ അലാം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലൊക്കെ എന്തെങ്കിലും തകരാറുകൾ, പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഏരിയ അലാംസ് യൂസ് ചെയ്യുന്നത്. അത്രയുള്ളത്. വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് അലാം സിസ്റ്റം ഉണ്ട്, മാസ്റ്റർ അലാമും ഉണ്ട്, ഏരിയ അലാമും ഉണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ വാർണിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറ് കണ്ടെത്തി കഴിഞ്ഞാൽ, അതുപോലെ നമുക്ക് എന്തെങ്കിലും സിലിണ്ടറുകൾ, പാചക സിലിണ്ടറിൽ എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അത്തരം വിവരങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന മുന്നറിയിപ്പ് അലാം സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അലാം 2 ടൈപ്പ് ആണുള്ളത്, മാസ്റ്റർ അലാമും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഏരിയ അലാം ഉണ്ട്. മാസ്റ്റർ അലാം എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ഗ്യാസ് പൈപ്പ് ലൈനോ അല്ലെങ്കിൽ സോഴ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് മോണിറ്റർ ചെയ്യാനായിട്ടാണ് മാസ്റ്റർ അലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഏരിയ അലാം എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചില ക്രിട്ടിക്കൽ ഏരിയാസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യാനായിട്ടാണ് ഏരിയ അലാംസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണെന്ന് പറഞ്ഞത്. 5ാമത്തെ കമ്പോണന്റ് ആണ് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സസ് പോയിന്റ്സ് ആണ് അല്ലെ, ആക്സസ് പോയിന്റുകളാണ്. അതായത് ഔട്ട്ലെറ്റ്സ് ആർ ദ പോയിന്റ്സ് അറ്റ് വിച്ച് കണക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റം ടു സപ്ലൈ അണ്ടർ പ്രഷർ. അതായത് ചുരുക്കി പറഞ്ഞ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്ലെറ്റ് എന്തായിരിക്കും? Outlets are the connection points that supply the gases to patients
അതായത് പേഷ്യൻസിന് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന കണക്ഷൻ പോയിന്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഔട്ട്ലെറ്റ്സ് ആർ ദ കണക്ഷൻ പോയിന്റ്സ് ദാറ്റ് സപ്ലൈ ദ മെഡിക്കൽ ഗ്യാസസ് ടു പേഷ്യൻസ് കേട്ടോ. പേഷ്യൻസിന് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ആക്സസ് പോയിന്റുകളെയാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. കുറച്ച് രീതി പരത്തിയാണ് എഴുതിയിരുന്നത്. ഔട്ട്ലെറ്റ്സ് ആർ ദ പോയിന്റ്സ് അറ്റ് വിച്ച് കണക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റം ടു സപ്ലൈ അണ്ടർ പ്രഷർ. അതായത് ഒരു കൺസിസ്റ്റന്റ് പ്രഷർ നിലനിർത്തിക്കൊണ്ട് ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് സിസ്റ്റത്തിനെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ആക്സസ് പോയിന്റുകൾ ഉണ്ടല്ലോ, കണക്ഷൻ പോയിന്റ്, അതിനെയാണ് ഔട്ട്ലെറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻലെറ്റ്സ് സപ്ലൈ വാക്വം. സാധാരണയായിട്ട് നമ്മൾ വാക്വം കണക്ഷൻ പോയിന്റ്സ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടേം ഇൻലെറ്റ് എന്നാണ് പറയുന്നത്. ഇൻലെറ്റ് രണ്ടും എന്തിനു തന്നെ ഉപയോഗിക്കുന്നത്? സപ്ലൈക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഔട്ട്ലെറ്റ് പൊതുവെ മെഡിക്കൽ ഗ്യാസസ് സപ്ലൈ ചെയ്യാനായിട്ടാണ് ഔട്ട്ലെറ്റ് ഉപയോഗിക്കുന്നത്. വാക്വം വിതരണം ചെയ്യാനായിട്ട്, വാക്വം സപ്ലൈ ചെയ്യുന്നതിനായിട്ടാണ് ഇൻലെറ്റുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇൻലെറ്റ് എന്ന് പറയുന്ന ടേമാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടും സപ്ലൈ തന്നെയാണ്. ഔട്ട്ലെറ്റ് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നു, ഇൻലെറ്റ് സപ്ലൈ ചെയ്യുന്നത് വാക്വം ആണ് കേട്ടോ. വാക്വം ആണ്. ഇൻലെറ്റ്സ് സപ്ലൈ, വാക്വം എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ? അതും കഴിഞ്ഞു. ഇനി ആറാമത്തെ കമ്പോണന്റ് കേട്ടോ. ആറാമത്തെ കമ്പോണന്റ് എന്താണ്? സെക്കൻഡറി എക്യുപ്മെന്റ്, ദ്വിതീയ ഉപകരണങ്ങൾ. ഇതാണ് സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊക്കെയാണ് സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഹോൾ ഹോസസ്. നമ്മൾ ഹോസ് എന്നൊക്കെയാണ് പറയുന്നത്, വീട്ടിൽ പറയുന്നത്. ഹോസ് അല്ലാട്ടാ, ഹോസ് ആണ് ഹോസ്. ഓക്കെ, ചെടിയൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്നില്ല ആ സംഭവം. എന്നതുപോലെ ഹോൾ ഹോസസ്. പിന്നെ ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ്. ഫ്ലോ മീറ്റർ ഒക്കെ നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലോ മീറ്റർ, അതുപോലെ തന്നെ ഗേജസ്. ഫ്ലോ മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ ഗ്യാസിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഗ്യാസിന്റെ ഫ്ലോ ഉണ്ടല്ലോ, അത് റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് ഫ്ലോ മീറ്റർ ഉപയോഗിക്കുന്നത്. പിന്നെ ഗേജസ്. ഗേജസ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഒക്കെ എന്താ പറയാ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസിസ്റ്റന്റ് പ്രഷർ നിലനിർത്തിക്കൊണ്ട് വേണമല്ലോ സപ്ലൈ ചെയ്യാനായിട്ട്. ആ ഒരു പ്രഷറൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗേജസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാക്വം റെഗുലേറ്റേഴ്സ് കേട്ടോ. വാക്വം സപ്ലൈ ചെയ്യുമ്പോൾ അത് റെഗുലേറ്റ്, അതിനെ കൺട്രോൾ ചെയ്തിട്ട് വാക്വം റെഗുലേറ്റേഴ്സ് എന്നായിരിക്കും. Are not the part of the pipeline system. They can contribute greatly to gas and vacuum consumption. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണോ? അല്ല, അതൊന്നുമല്ല. പകരം എന്താണ്? ആ പേഷ്യൻസിന് ആ ഗ്യാസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ, ഇപ്പൊ വെന്റിലേറ്ററുകളാണോ, അതുപോലെ തന്നെ ഓക്സിജൻ തെറാപ്പി ഡിവൈസസ് ആയിരിക്കാം, ഇൻഹേലേഷൻ തെറാപ്പി ഡിവൈസസുകൾ, മാസ്കുകൾ, അതൊക്കെയാണ് സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞത്. ഒരു ഹോൾ ഹോസസ്, ഫ്ലോ മീറ്ററുകൾ, ഗേജസ്, വാക്വം റെഗുലേറ്റേഴ്സ്, ഇതൊക്കെയാണ് എന്ത് സെക്കൻഡറി എക്യുപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെന്റിലേറ്റർ ഒക്കെ അതിനകത്ത് വരും കേട്ടോ. വെന്റിലേറ്ററുകൾ, അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പറയുന്നത് they can contribute greatly to gas and vacuum consumption. ഗ്യാസും വാക്വം ഒക്കെ കൺസ്യൂം ചെയ്യുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇത് നോക്കാം. These items should be checked frequently as a part of routine inspection procedures. അപ്പൊ ഒരു ഈ പറയുന്ന സെക്കൻഡറി എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ നമ്മളൊരു റൂട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിശോധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നേരിട്ട് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ഉപകരണങ്ങളാണ്. അല്ലെ, ഇപ്പൊ വെന്റിലേറ്റർ ആണെങ്കിലും, മാസ്ക് ആണെങ്കിലും, നേസൽ കാനുല ആണെങ്കിലും, ഗേജ്, ഫ്ലോ മീറ്റർ, അതെന്നൊക്കെ പറയുമ്പോൾ നേരിട്ട് രോഗിയുമായിട്ട് സമ്പർക്കം വരുന്ന എന്താ പറയാ എക്യുപ്മെന്റ്സുകളാണ്. അപ്പൊ അതെപ്പോഴും നമ്മളൊരു റൂട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് പരിശോധിക്കണം. അതിന് എന്തെങ്കിലും തകരാറുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ പരിശോധിച്ചിരിക്കണം. ഓക്കെ, ഇത്രയുള്ള കമ്പോണൻസ് ക്ലിയർ ആയോ? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന് പ്രധാനമായിട്ടും 6 കമ്പോണന്റ് ആണ് നമ്മൾ പഠിച്ചത്. സോഴ്സ് പഠിച്ചു, പൈപ്പിംഗ് നെറ്റ്വർക്ക് ഉണ്ട്, വാൽവുകൾ ഉണ്ട്, പിന്നെ ഔട്ട്ലെറ്റ്സ് ആൻഡ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് ഉണ്ട്, ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ് സിസ്റ്റം ഉണ്ട്, സെക്കൻഡറി എക്യുപ്മെന്റ്. ഓരോന്ന് എന്താണ് ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സെക്കൻഡറി എക്യുപ്മെന്റ് മനസ്സിലായില്ല? ഓക്കെ, സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിതീയ ഉപകരണങ്ങളാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ, പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ആ പേഷ്യന്റിന് കൊടുക്കുന്നില്ലേ വെന്റിലേറ്റർ, അതുപോലെ മാസ്കുകള്, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സിലെ അതിനെയാണ് നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ,
ഇവിടെ പറയുന്നത് ഫോർ ഹോസസ്, ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജസ് ആൻഡ് വാക്വം റെഗുലേറ്റേഴ്സ് ആർ നോട്ട് ദ പാർട്ട് ഓഫ് ദി പൈപ്പ് ലൈൻ സിസ്റ്റം. നേരത്തെ പറഞ്ഞ പൈപ്പ് ലൈൻ, മറ്റുള്ള വാൽവ് റെഗുലേറ്റർ എന്നൊക്കെ പറയുമ്പോൾ പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അല്ലെ. അതേസമയം ഹോസസ്, ഫ്ലോ മീറ്റർ, ഗേജസ്, വാക്വം റെഗുലേറ്റേഴ്സ് അതൊന്നും എന്തിന്റെ ഭാഗമല്ല, പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ദേ കോൺട്രിബ്യൂട്ട് ഗ്രേറ്റ്ലി ടു ഗ്യാസ് ആൻഡ് വാക്വം കൺസംഷൻ. ഈ ഗ്യാസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ വാക്വം കൺസ്യൂം ചെയ്യുന്ന ഉപകരണങ്ങളാണ്. അതായത് വെന്റിലേറ്ററുകള്, പിന്നെ ഓക്സിജൻ തെറാപ്പി ഡിവൈസുകൾ, നേരിട്ട് നമ്മൾ പേഷ്യന്റിന്റെ മുഖത്ത് വെക്കുന്ന, പേഷ്യന്റ് ശരീരത്തിൽ വെക്കുന്ന ഉപകരണങ്ങളില്ലേ, അത്തരം ഉപകരണങ്ങളെയാണ് ഇവിടെ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്തരം എക്യുപ്മെന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. ക്ലിയർ ആണല്ലോ? അതായത് നമ്മള് സോഴ്സിൽ നിന്ന് ഗ്യാസ് വരുന്നു, മാനിഫോൾഡ് സിസ്റ്റത്തിലോട്ട് വരുന്നു, അവിടുന്ന് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ ടെർമിനൽ യൂണിറ്റിലോട്ട് എത്തുന്നു അല്ലേ. ടെർമിനൽ യൂണിറ്റിലോട്ട് എത്തുന്നു. ഇവിടെ നിന്ന് എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തിട്ടല്ലേ പേഷ്യന്റിന്റെ മുഖത്തേക്ക് നമ്മൾ കൊടുക്കുക. ചിലപ്പോൾ വെന്റിലേറ്ററിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ മുഖത്ത് വെക്കുന്ന മാസ്കുകളിലൂടെ ആവാം, അല്ലെങ്കിൽ നേസൽ കാനുലാസ് ആവാം. അങ്ങനെയുള്ള എക്യുപ്മെന്റ് ഇല്ലേ, അതിനെയാണ് സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ചോദ്യം ചോദിക്കട്ടെ? പറയോ നിങ്ങൾ ഉത്തരം? പറയോ? ഉത്തരം പറയോ? ചോദിക്കട്ടെ ഞാൻ. ചെയ്യാം. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ലാർജർ ഭാഗങ്ങള് റിപ്പയർ ചെയ്യാനും മോഡിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാൽവ് ഏതാണെന്ന് പറയാമോ? ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ലാർജർ ഭാഗങ്ങള് ഫിഫ്ത് വൺ ആണ് സോൺ. ഓക്കെ, സോണൽ പാസ് കറക്റ്റ്. ശരിക്കും ഏതാണ് മനസ്സിലാവുന്നത്? അഞ്ചാമത്തെ ആണോ? ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് അല്ലെ. ഇവിടെ ഔട്ട്ലെറ്റ്സും ഇൻലെറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഔട്ട്ലെറ്റ്സ് ഇൻലെറ്റ്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഔട്ട്ലെറ്റ് എന്താ സപ്ലൈ ചെയ്യുന്നത്? മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നു. പിന്നെ ഇൻലെറ്റ് എന്താ സപ്ലൈ ചെയ്യുന്നത്? വാക്വം സപ്ലൈ ചെയ്യുന്നു. അത്രയും പഠിച്ചാൽ കേട്ടോ. ഔട്ട്ലെറ്റ് എന്താ സപ്ലൈ ചെയ്യുന്നത്? മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നു. ഇൻലെറ്റ് എന്താ സപ്ലൈ ചെയ്യുന്നത്? വാക്വം ആണ് സപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അത്രയും പഠിച്ചാൽ കേട്ടോ. അപ്പൊ ഇനി എന്താണ് അടുത്തത് കേട്ടോ. ഇനി മെയിൻ ഗ്യാസ് ലൈനിലും അതുപോലെ മെയിൻ സോഴ്സിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഏത് അലാമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏത് അലാമായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക? മാസ്റ്റർ അലാമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മള് ഈ പറയുന്ന സിലിണ്ടറുകള്, അതുപോലെ തന്നെ കൺട്രോൾ പാനല്, പ്രഷർ റെഗുലേറ്ററുകളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്ന ആ സ്ഥലത്തിന് നമ്മൾ എന്ത് പേരാ പറയാം? പ്രഷർ റെഗുലേറ്ററുകള്, കൺട്രോൾ പാനല്, സിലിണ്ടറുകള് ഇതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്താണ് പറയാ? എന്ത് പേര് പറയുന്നത്? ഔട്ട്ലെറ്റ് ആണ്. ഔട്ട്ലെറ്റ് എന്ന് അറിയാം. മാനിഫോൾഡ്. അതാണ് മാനിഫോൾഡ്. തെറ്റിപ്പോയി. ഔട്ട്ലെറ്റ് അല്ല കേട്ടോ, മാനിഫോൾഡ് ആണ്. ഓക്കെ, മാനിഫോൾഡ് സിസ്റ്റം. ക്ലിയർ ആയല്ലോ? പിന്നെ അടുത്തത് ഏതൊക്കെ ടൈപ്പ് ടെർമിനൽ യൂണിറ്റ്സുകൾ ഉണ്ട്? ഏതൊക്കെ ടൈപ്പ് ടെർമിനൽ യൂണിറ്റ്സുകൾ ഉണ്ട് പറഞ്ഞേ. ടെർമിനൽ യൂണിറ്റ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഏതൊക്കെ ടൈപ്പ് ഉണ്ട് ടെർമിനൽ യൂണിറ്റ്സ്? അറിയില്ല? ടെർമിനൽ യൂണിറ്റ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ്. ഓക്കെ, ഏതൊക്കെയാ 2 ടൈപ്പ്? 2. ഓക്കെ, 2 ടൈപ്പ് ഉണ്ട്. ആ 2 ടൈപ്പ് ഏതൊക്കെയാന്ന് പറഞ്ഞേ. ടെർമിനൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് പോയിന്റ് ആണ് ആദ്യം. അത് ഓക്കെയാണ്. ടെർമിനൽ യൂണിറ്റിനെ തന്നെയാണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അത് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാ 2 ടൈപ്പ്? മാർട്ടിലിറ്റി, വാൾ മൗണ്ടഡ്. ഓക്കെ, കറക്റ്റ് ആണ്. രാധിക വാൾ മൗണ്ടഡ്. അത് മാത്രമേ ഉള്ളൂ. ഒന്നും കൂടെ പറഞ്ഞില്ലേ? ഏതാണത്? പെൻഡന്റ് മൗണ്ടഡ്. ഇതാണ് പെൻഡന്റ് മൗണ്ടഡ്. 2 ടൈപ്പ് ടെർമിനൽ യൂണിറ്റ് ഉണ്ട് അല്ലെ. ഒന്ന് ചുമരിൽ ഘടിപ്പിക്കുന്ന ടെർമിനൽ യൂണിറ്റ് ഉണ്ട്, മറ്റൊന്ന് എന്താണ്? പെൻഡന്റ് ടൈപ്പ് ടെർമിനൽ. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്യാസിനെ സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഇനി പറയണോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ചിത്രം നോക്കി നിങ്ങൾ കണ്ടോ? ഇതൊരു സോഴ്സ് ആണ്. ആ സോഴ്സിന് ഈ ഒരു ഏരിയനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. കണ്ടോ? ഈ മാനിഫോൾഡ് ഇവിടെ ചെറിയൊരു പെട്ടി പോലെ നിങ്ങൾ കണ്ടത് കൺട്രോൾ പാനൽ ആണ് കേട്ടോ. കൺട്രോൾ പാനൽ കണ്ടോ? ഇവിടേക്ക് ഒരു കുഞ്ഞു പെട്ടികൾ പോലെ കാണാം. കൺട്രോൾ പാനൽ ആണ്.
രണ്ട് ബാങ്കുകളിലായിട്ടാണ് ഓരോ വാതക സിലിണ്ടറുകളും നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരെണ്ണം മറ്റൊന്നിന് ബാക്കപ്പ് ആണെന്ന് പറഞ്ഞു. ഇവിടെ കൺട്രോൾ പാനൽ ഉണ്ടാവും, പൈപ്പ് ലൈൻ സിസ്റ്റത്തിന് കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനൽ ഉണ്ടാവും, പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഓക്കെ, വാൽവുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു സ്ഥലത്തിനെയാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ വാതക സിലിണ്ടറിലൂടെ ഗ്യാസ് എന്തിലേക്ക് പോകണം, പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ എവിടെയാണോ ആവശ്യം ആ റൂമിലോട്ട് പോകാണ്. ഇതാണ് നമ്മുടെ ടെർമിനൽ യൂണിറ്റ്. വട്ടം വരച്ച് വെച്ചേക്കുന്ന സംഭവങ്ങൾ കണ്ടോ, ഇതാണ് ടെർമിനൽ യൂണിറ്റ്. ഇതൊക്കെ വാൾ മൗണ്ടഡ് ആണ് കേട്ടോ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാം വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ് ആണ്. പക്ഷെ പെൻഡന്റ് മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ് മനസ്സിലാക്കുക. നമ്മൾ ഈ പൈപ്പ് ലൈൻ ഉണ്ടാക്കാനായിട്ട് ഹൈ ലെവലുള്ള കോപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. കോപ്പർ ആണ്, ഉയർന്ന നിലവാരത്തിലുള്ള കോപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പൈപ്പുകളൊക്കെ നിർമ്മിക്കുക. ഇനി ഈ ഇത്തരം ഔട്ട്ലെറ്റ്സുകൾ, ഈ ടെർമിനൽ യൂണിറ്റ്സിലെ ഔട്ട്ലെറ്റുകൾ ഉണ്ട് അല്ലെ, ഔട്ട്ലെറ്റുകൾ മുഖേനയാണ് സപ്ലൈ ചെയ്യുന്നത് അല്ലെ. ഇതിലേക്ക് നമ്മളിവിടെ പേഷ്യന്റ് കിടക്കുന്നു, പേഷ്യന്റുമായിട്ട് ഇപ്പൊ വെന്റിലേറ്റർ ആണെങ്കിൽ വെന്റിലേറ്റർ, മാസ്ക് ആണെങ്കിൽ മാസ്ക്, നേസൽ കാനുല ആണെങ്കിൽ നേസൽ കാനുല അല്ലെ. അതിലേക്ക് നമ്മൾ ഈ ടെർമിനൽ യൂണിറ്റിലേക്ക് ഈ വാൽവുകൾ എന്താ പറയാ ഔട്ട്ലെറ്റുമായിട്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ടാണ് ഇതിന്റെ ഗ്യാസ് നേരിട്ട് പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന വെന്റിലേറ്ററുകൾ, മാസ്കുകൾ, നേസൽ കാനുലാസ്, ഫ്ലോ മീറ്ററുകൾ, ഇതിനൊക്കെയാണ് നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കുഞ്ഞു ഭാഗം, ഭാഗമല്ല ഇതാണ് അല്ലെ. ഓക്കെ, ഇത്രയുള്ളൂ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഇതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഇതൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗങ്ങൾക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ വായിക്കാം. ഈ ഒരു പോയിന്റും കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം കേട്ടോ. അതായത് കുറച്ച് സമയത്തേ ഉള്ളൂ അല്ലെ. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ. ഓക്കെ, സെൻട്രലൈസ്ഡ്, ഇത് നിങ്ങൾ വായിക്കണം കേട്ടോ. ഞാനിപ്പോ ചോദിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇന്ന് തന്നെ നിങ്ങൾ ഇതിരുന്ന് വായിക്കണം. വായിച്ച് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി വെക്കണം. ഇനി ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഇനി നമ്മൾ പറഞ്ഞ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഹോസ്പിറ്റലിനുള്ള അഡ്വാൻറ്റേജസ് എന്താണ്, പിന്നെ നിങ്ങളെ പോലെയുള്ള അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് അവർ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ വായിച്ച് ജസ്റ്റ് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഫോർ പേഷ്യൻസ്, രോഗികൾക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണുള്ളത്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, there will be no disturbing site of oxygen cylinder at the bed side ആണ് കേട്ടോ. സൈഡ് അല്ലാത്ത ഇത് കറക്റ്റ് ചെയ്യുക കേട്ടോ. ബെഡ് സൈഡ്, SIDE സൈഡ് കേട്ടോ. ബെഡിന്റെ അരികിൽ സെയിൽ എന്നാണ് ചെയ്യുന്നത്. സൈഡ് SIDE സൈഡ് കേട്ടോ. എന്താണ് പറയുന്നത്, there will be no disturbing site of oxygen cylinder at the bedside. അതായത് ഈ രോഗികൾ കിടക്കുന്ന ബെഡിന്റെ സൈഡില് ഈ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടെ കുറെ വലിയ വലിയ എക്യുപ്മെന്റ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നും. ഈ അസ്വസ്ഥത തോന്നാല്ലേ? അതൊന്നും ഉണ്ടാവില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് രോഗി കിടക്കുന്ന ബെഡ് സൈഡില് ഈ ഒരു ഓക്സിജൻ സിലിണ്ടർ ഒക്കെ കാണുന്ന ആ ഒരു കാഴ്ച, നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാഴ്ചയൊന്നും ഉണ്ടാകില്ല. കാര്യം എന്താ, സിലിണ്ടർ ഒക്കെ നമ്മൾ അവിടെയാണ് വെക്കുന്നത് അല്ല, നമ്മള് ഏറ്റവും താഴെ മാനിഫോൾഡ് സിസ്റ്റത്തിലാണ് സിലിണ്ടറുകൾ എല്ലാം തന്നെ നമ്മൾ ഘടിപ്പിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് അത്തരം ഒരു കാഴ്ച ഉണ്ടാകില്ല. ഓക്കെ, അതാണ് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു കംഫർട്ട് സോണിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതാണ് there will be no disturbing site of oxygen cylinder under bedside. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, എലിമിനേഷൻ ഓഫ് ദ അനോയിങ് നോയ്സ് ഫ്രം ദ മൂവ്മെന്റ് ഓഫ് സിലിണ്ടർ ആൻഡ് അറൌണ്ട് ദ ഹോസ്പിറ്റൽ. അതായത് ഈ ഹോസ്പിറ്റലിനകത്തും അല്ലെങ്കിൽ അതിന് പരിസരത്തൊക്കെ ആയിട്ട് ഈ സിലിണ്ടർ ഒക്കെ നമ്മൾ മൂവ് ചെയ്യുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, എലിമിനേഷൻ ഓഫ് ദ അനോയിങ് നോയ്സ് ഫ്രം ദ മൂവ്മെന്റ് ഓഫ് സിലിണ്ടർ ഇൻ ആൻഡ് അറൌണ്ട് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലും അതിന് പരിസരത്തുമായിട്ട് നമ്മൾ സിലിണ്ടറുകളൊക്കെ മൂവ് ചെയ്യുന്ന ആ ഒരു അനോയിങ് നോയ്സ്, ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന സൗണ്ടുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ മൂന്നാമത്തെ എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ് ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ്സ് ഓഫ് സിലിണ്ടേഴ്സ്. നമ്മൾ ഈ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് മൂലം, ഈ സിലിണ്ടറുകൾ ചലിപ്പിക്കുന്നത് മൂലം, മൂവ്മെന്റ്സിന്റെ ഒക്കെ മൂലം ഈ സ്റ്റെറൈൽ ഏരിയാസ് ഉണ്ടാവും അല്ലെ, അണുവിമുക്തമായിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും ഹോസ്പിറ്റൽ. അതൊക്കെ കണ്ടാമിനേറ്റ് ആവുന്നതിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും.
ഹോസ്പിറ്റലാണ് അപ്പൊ എല്ലാ ഏരിയയിലും എന്തായിരിക്കും സ്റ്റിറൽ ഏരിയാസ് ആയിരിക്കും അല്ലെ, അണുവിമുക്തമായിട്ടുള്ള ഏരിയാസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ സിലിണ്ടറും മറ്റും മൂവ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കണ്ടാമിനൻസ് അല്ല, ആ ഒരു എന്താ പറയാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ സ്റ്റിറൽ ഏരിയസിനെ നമുക്ക് അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം ഈ സിലിണ്ടറും ഇതെല്ലാം തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് മാനിഫോൾഡ് സിസ്റ്റത്തിലാണ്. ഓക്കെ, പിന്നെന്താണ് കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ ആൻഡ് റിക്വയർഡ് ലൊക്കേഷൻ. അത് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷനിൽ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വളരെ വൃത്തിയായിട്ട് നമുക്ക് ഗ്യാസിനെ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും മതി അന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. അപ്പൊ ഇതൊക്കെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, ഈ ബെഡ് സൈഡിന്റെ അവിടെ ഒരു ഓക്സിജൻ സിലിണ്ടർ കാണുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സൈറ്റ് നമുക്ക് ഉണ്ടായിരിക്കില്ല, നമുക്ക് മീൻസ് പേഷ്യൻസിന് ഉണ്ടായിരിക്കില്ല. അതുപോലെ ഹോസ്പിറ്റലിലും അതിന്റെ ബെഡ് സിലിണ്ടർ മൂവ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന അനോയിങ് നോയ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഈ സിലിണ്ടറിന്റെ ഉപയോഗം മൂലം സ്റ്റിറൈൽ ഏരിയാസ് കണ്ടാമിനേറ്റ് ആകുന്നതിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ്. ക്ലിയർ? പിന്നെ ക്ലാസ്സിൽ ഇത്രയും മതി. കണക്ക് പോകടിച്ചിട്ടുണ്ടാകുമോ? നിങ്ങള് ഞാൻ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ, മ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, നേരത്തെ പറയാൻ പറ്റിയില്ല. ക്ലാസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കണം കേട്ടോ. ഈ കാര്യം ഇത് പെട്ടെന്ന് മറന്നു പോകും. ഇന്ന് പറഞ്ഞ കാര്യം ഇന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട് ഇനി തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ വേണം ഇപ്പൊ ചോദിക്കാം. അതല്ല ഇനി വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ശരി കേട്ടോ. ഓരോ മോഡ്യൂൾസിലെയും ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു തരണോ? അതുപോലെ അത് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം ചെയ്ത പോർഷൻസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തരാം കേട്ടോ. പോർഷൻസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓൾറെഡി നിങ്ങളുടെ ക്ലാസ് റൂമിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്നിട്ട് ശരിയായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കേട്ടോ, നമുക്ക് ഇന്നത്തെ ക്ലാസ് തന്നെ ഭയങ്കര ബാക്കിയുള്ള എല്ലാവരുടെ ന്യൂ ഇയർ വിഷസ് പറയോ? ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തോ? വർക്ക് പ്ലേസിലുള്ള ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ അടുത്തും നിങ്ങളുടെ ന്യൂ ഇയർ വിഷസ് പറയണം കേട്ടോ. എന്റെ വകയും പറയണേ. തീർച്ചയായിട്ടും പറയാം. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ വളരെ റെസ്പോണ്ടീവ് ആയിട്ടുള്ള നല്ല കുട്ടികളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ന്യൂ ഇയർ ആശംസകൾ ഞാനിവിടെ മിസ്സിന്റെ വീട്ടിലും പറയണം ന്യൂ ഇയർ വിഷസ് അമ്മയുടെ അടുത്തൊക്കെ. ജോബ് സാറിനോട് ന്യൂ ഇയർ വിഷസ്. താങ്ക് യു. താങ്ക് യു മാം.